ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണമേ. മാറ്റമില്ലാത്ത ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന സെഷന് കർത്താവ് ശേഷം കർത്താവ് വീണ്ടും അപ്പ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അപ്പ ഞങ്ങളോട് സംസാരിക്കണമേ. അപ്പൊ അങ്ങയുടെ ജീവന്റെ വചനം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തിൽ ഞങ്ങൾ അവകാശികളാക്കുവാൻ ഞങ്ങളെ കർത്താവെ പ്രാപ്തമാക്കുന്ന ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്തു. കർത്താവെ, ഇന്ന് പകൽ നേരം അപ്പ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കർത്താവെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ കൃപയും കടാക്ഷം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പ ഞങ്ങളുടെ മേലപ്പ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ കർത്താവങ്ങളെ ശക്തീകരിക്കുവാൻ അപ്പ അങ്ങടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവരാജ്യത്തിൽ ഞങ്ങളെ യോഗ്യമാക്കി തീർക്കണമേ. ഞങ്ങളുടെ വചനമായി ഞങ്ങളെ വിടുവിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒരുമിച്ചടുത്ത് വരുമ്പോൾ, കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുമ്പോൾ അവന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുവാനൊക്കെയും ഇന്ന് പകൽ നേരം ഇടയായി തീരട്ടെ. നമുക്ക് അല്പനേരം നമ്മളുടെ ആത്മീക ജീവിതത്തിന് ആവശ്യമായ ചില വചനങ്ങൾ നമുക്ക് ഇന്ന് പകൽ നേരം ചിന്തിക്കുവാൻ ഇടയായി തീരാം. ഇന്ന് പ്രഭാതം മുതൽ ഞാൻ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ചില ഭാഗങ്ങളുണ്ട്. അവിടെ നമ്മളത് ചിന്തിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ഇടയാകട്ടെ. ഗലാത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്: ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കുവാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷ ജീവിതം വിവരിക്കുമ്പോൾ താൻ ആദ്യം ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ച ഉടനെ താൻ സ്വതന്ത്രം ചില നാളുകൾ അപ്പോസ്തലന്മാരെ കാണുവാൻ, വിശേഷിച്ച് പ്രമാണികൾ എന്ന് പറയുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ആ കോർ ഗ്രൂപ്പ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കോർ ഗ്രൂപ്പിനെ കാണുവാനായിട്ട് താൻ ആഗ്രഹിച്ചു. എന്നാൽ ആ ആഗ്രഹത്തിനൊക്കെ ശേഷവും താൻ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ 14 വർഷത്തിന് ശേഷം ദൈവിക നിയോഗത്തോടുകൂടെ വീണ്ടും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കാണുവാൻ ആഗ്രഹിച്ചു എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ അല്ലെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭ ദശയെക്കുറിച്ച് അവിടെ വിവരിച്ചതിന് ശേഷം 14 വർഷത്തെ ഗ്യാപ്പിന് ശേഷം താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആരംഭത്തിലെ പോലെ അല്ല, വെളിപ്പാടനുസരിച്ചാണ് താൻ ചെയ്യുന്നത്. ഒരു വെളിപ്പാടനുസരിച്ചാണ് താൻ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് എന്നിവിടെ വ്യക്തമാക്കി ഇവിടെ പൗലോസ് പറയുക 2-ാം അധ്യായത്തിന്റെ അകത്ത്. അങ്ങനെ ഒരു വെളിപ്പാടനുസരിച്ച് പൗലോസ് അപ്പോസ്തലൻ എടുത്ത ഒരു തീരുമാനമാണ് അവിടെ വായിച്ചത്. ഞാൻ ഒരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കുവാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അപ്പോൾ ശ്രദ്ധിക്കണം, ജാതികളുടെ ഇടയിലെ സുവിശേഷ ഘോഷണത്തിനായിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അഗ്രകർമ്മികൾ പരിച്ഛേദനക്കാരായിരുന്ന യഹൂദന്മാരോട് പ്രസംഗിക്കുവാനാണ് പത്രോസിനെ ദൈവം നിയോഗിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ശുശ്രൂഷയുടെ തലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഒരു അനുഭവമാണ് ഇവിടെ ഗലാത്യ ലേഖനത്തിൽ നമ്മളിവിടെ കാണുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആരംഭത്തിലെ പോലെ അല്ല ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പിന്നീട് കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, നേരിടുന്നത്. ആരംഭ ദിശയിൽ ഞാൻ ഈ ഭാഗം പറയാൻ കാരണം മറ്റൊരു വിഷയത്തിൽ എനിക്ക് ചെല്ലണമെങ്കിൽ ഈ ഫൗണ്ടേഷൻ എനിക്ക് ഇവിടെ ഇട്ടാലേ പറ്റത്തുള്ളൂ. ആരംഭ ദിശയിലെ ഒരു വിശ്വാസിയുടെ അനുഭവം എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ 1-ാം അധ്യായം നമ്മൾ അവിടെ വായിക്കുമ്പോൾ അതിന്റെ 18-ാം വാക്യം വായിക്കുന്നത്, 3 ആണ്ട് കഴിഞ്ഞിട്ട്
സ്തോത്രം, കഴിഞ്ഞ് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ, അതായത് പത്രോസിന്റെ കൂടെ പൗലോസ് അപ്പോസ്തലൻ 15 ദിവസം പത്രോസിന്റെ കൂടെ പാർത്തു. മുഖപരിചയമാകേണ്ടതിനാണ് പോയത്. ശ്രദ്ധിക്കണം, അവരുമായിട്ടൊരു പരിചയപ്പെടുക, ആത്മീക ശുശ്രൂഷകൾ കാണുക, താൻ പ്രാപിച്ച വെളിപ്പാടുകളൊക്കെ താൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അതവിടെ വെച്ചിട്ട് പത്രോസിലുള്ള ശുശ്രൂഷയുടെ മാഹാത്മ്യം അനുഭവിക്കുവാനായിട്ട് ചെല്ലുന്ന പൗലോസിനെയാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവിൽ നമ്മൾ കൃപകളെയും വരങ്ങളെയും നമ്മൾ പ്രാപിച്ച് ആരംഭ ദിശയിൽ തന്നെ നമ്മൾ മറ്റുള്ള പല ശുശ്രൂഷകളെയും നമ്മൾ അനുഭവിക്കുകയും നമ്മൾ ചില യാത്രകൾ ചെയ്യുന്ന ഒരു അനുഭവം എല്ലാ വിശ്വാസികളുടെ ആരംഭ കാലഘട്ടത്തിലുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ആരംഭ ദിശയിൽ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ദൂരത്ത് നമ്മൾ വാഹനം ഓടിച്ച് നമ്മൾ പല മീറ്റിങ്ങുകളുടെ അകത്ത് പോകുന്നു, പല ശുശ്രൂഷകൾ നമ്മൾ കേൾക്കുന്നു, ചിലരുടെ പ്രത്യേക പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നതിനൊക്കെ കാരണം അതൊക്കെ ആരംഭ ദിശയിൽ അങ്ങനെ പോകാം. അങ്ങനെ പോയ ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് പത്രോസിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ അടുക്കൽ ചെന്നിരുന്ന് അവരിൽ നിന്ന് പ്രാപിക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് ശുശ്രൂഷ അനുഭവിക്കുക, അവരോട് അനുഭവങ്ങളെ ഷെയർ ചെയ്യുക, ഇതൊക്കെ ആഗ്രഹിച്ചാണ് പൗലോസ് അവിടെ ചെന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം ഒരുവരെ പണിതെടുക്കുന്ന ഒരു ആരംഭ ദിശയിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ചില കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കാലഘട്ടം ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുന്നുണ്ട്. ഏതൊരു ആരംഭ ദിശയില് അവർക്ക് സ്വയമായി പഠിക്കുവാനും പ്രാപിക്കുവാനും അറിയുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ കാലഘട്ടം അല്ല എല്ലാ കാലഘട്ടവും, ആ അനുഭവമല്ല എല്ലാ അനുഭവവും. കാലങ്ങൾ കഴിയുമ്പോൾ ദൈവിക വിഷയത്തിലേക്ക് ഒരഭിഷിക്തനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കണം, അതിലേക്ക് കയറ്റണമെന്ന് ദൈവം പദ്ധതി ഇടുന്നുണ്ട്. തിരിച്ചറിയണം. എന്നും നട്ട അവസ്ഥയിൽ തന്നെ ഇരിക്കുകയല്ല. ഇതിന് വളർച്ച വരുമ്പോൾ, വളർന്ന് ഫലം കൊടുക്കുന്ന കാലഘട്ടമാകുമ്പോൾ അനുഭവങ്ങൾ മാറുന്നു, അവസ്ഥകൾ മാറുന്നു. അപ്പോൾ തന്നെ ദൈവിക പദ്ധതി അനുസരിച്ച് തന്നെ ദൈവമാക്കുന്ന നിലവാരങ്ങളിൽ യാത്ര ചെയ്യുവാൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തയ്യാറാകും. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ഇന്ന് പറയാൻ പോകുന്ന ചില വിഷയങ്ങളുടെ അകത്ത് വളരെ ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 16 വാക്യം, 1:16 മുതൽ വായിച്ചേ. ഗലാത്യ ലേഖനം 1:16. നിങ്ങളുടെ കൂടെ ഇന്ററാക്ഷൻ വേണമല്ലോ, വായിച്ചോ. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ചപ്പോൾ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം ഒരുവനെ തെരഞ്ഞെടുത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ ഒന്നാമത്തെ വിളിക്കപ്പെട്ടവന്റെ പദ്ധതി എന്നാണെന്നറിയാവോ? അവന്റെ തീരുമാനം എന്നാണെന്നറിയാവോ? മറ്റു വ്യക്തികളോട് ചോദിക്കാൻ പോവുകയില്ല. അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ള അഭിപ്രായം ആരായത്തില്ല. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? വളരെ തെറ്റല്ലേ? നമുക്ക് മുമ്പേ ഇരിക്കുന്നവരോട് ചോദിക്കേണ്ടതല്ലേ? അതെ, ഇത് മുമ്പേ ഇരിക്കുന്നവരോട് ചോദിക്കേണ്ടതാണ്. പക്ഷെ കോളിംഗ് സ്പെഷ്യൽ ആണെങ്കിൽ ദൈവാത്മാവ് അനുവദിക്കത്തില്ല. ദൈവാത്മാവ് സ്പെഷ്യൽ കോളിനായിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, മറ്റുള്ളവരുമായിട്ട് ചിലത് ഡിസ്കസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കണ്ടിരിക്കുന്ന പലരും നമ്മുടെ കണ്ണിൽ ശ്രേഷ്ഠരായിരിക്കെ അവരോട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാൻ ആരായവൻ നമ്മൾ ആശിച്ചാലും പല കാര്യങ്ങൾക്കും മുടക്കം വരുന്നതിന് കാരണം വില കൊടുത്തത് അവരാരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ കർത്താവാണ് വില കൊടുത്ത് എന്നെ നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നതെങ്കിൽ, നമ്മെ വേലയ്ക്കാക്കുന്നതെങ്കിൽ, നമുക്കൊരു വെളിപ്പാട് തരുന്നതെങ്കിൽ, അത് തരുന്നവൻ അതിനെ സൂക്ഷിക്കുകയും തക്ക സമയത്ത് നമ്മളിൽ നിന്ന് അത് പ്രതിഫലിക്കുവാനും ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്ലാൻ പ്രകാരമല്ല ദൈവത്തിന്റെ പദ്ധതി അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആരംഭ കാലഘട്ടം തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഞാനൊരു കാര്യം പറയാം, ബൈബിളിന്റെ അകത്ത് ഒരിക്കലും വിശ്വാസി എന്നൊരു കാറ്റഗറി ഇല്ല, ശിഷ്യന്മാരെന്ന കാറ്റഗറിയേ ഉള്ളൂ.
വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തിനും റെഡിയായവർന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്തിനും റെഡിയാകത്തില്ല. അവർ ശിഷ്യപ്പെടുന്ന ദൈവം പറയുന്നത് മാത്രമേ അനുസരിക്കത്തുള്ളൂ. നിങ്ങൾ ശിഷ്യരാണോ വിശ്വാസിയാണോ എന്നുള്ളത് തീരുമാനിക്കണേ. വിശ്വാസിക്ക് എന്ത് ചെയ്യാം, ശിഷ്യന്മാർക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാക്കണം, നിങ്ങൾ വിശ്വാസിയാണോ ശിഷ്യനാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കണം. ക്രിസ്തുവിന്റെ കൈക്കീഴിൽ ശിഷ്യപ്പെടുന്നെങ്കിൽ, ദൈവാത്മാവിൽ നടത്തപ്പെടുന്നെങ്കിൽ, ശിഷ്യത്വം അനുഭവിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ചില വഴികളെ നമ്മുടെ മുമ്പിൽ അടച്ചു കളയുവാൻ ഇടയായിത്തീരും. ആരംഭ ദിശയിൽ വരുന്ന പൗലോസ് നോക്കുമ്പോൾ അന്ന് യെരുശലേമിൽ പ്രഗത്ഭരായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 അപ്പോസ്തലന്മാര്, അവരുടെ ശുശ്രൂഷകൾ, അവരുടെ പ്രശസ്തി, അവരുടെ കേട്ടുകേൾവി, ഇതെല്ലാം വളരെ വൈഡായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിലൂടെ കടന്നു ചെല്ലുന്ന പൗലോസ് ഇതെല്ലാം കാണുമ്പോ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ ഫാൻസ് അസോസിയേഷന്റെ കൂടെ കൂടാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നില്ല? ഫാൻസ് എന്നുള്ളതിന് എന്നാ മലയാളത്തിൽ പറയുന്നേ? എന്താ പറയുന്നതിന്? സ്തോത്രം സ്തോത്രം. അണികളല്ലല്ലോ, സ്തോത്രം. ചിലർക്ക് ആരാധകര് അല്ലേ? ആരാധകരല്ലേ? അങ്ങനെയല്ലേ? അല്ല, ആരാധകരല്ലേ? ഇവിടെ പല സെലിബ്രിറ്റീസിന് ആരാധകരുണ്ട് അല്ലേ? മനസ്സിലാക്കണം, യെരുശലേം മുഴുവനും ഇവിടെ മനസ്സിലാക്കാൻ രക്ഷിക്കപ്പെട്ട് വന്നവരുടെ ഇടയിൽ ഇവരുടെ ആരാധന വാക്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ ഇടയിലേക്കാണ് വലിയൊരു ദർശനത്തോടുകൂടെ ജാതികളുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പദ്ധതിയോടുകൂടെ പൗലോസിന് ദൈവം കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അവിടെ എഴുന്നേൽക്കുന്ന പൗലോസ് ആദ്യം ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോ? ദൈവാത്മാവ് പറയുന്നത് പ്രകാരം പോയി. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടെ വായിക്കുന്നത് അതിന്റെ 16-ാം ഭാഗം, തന്റെ പുത്രനെ കുറിച്ച് സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടത് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ കാരണം ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ ചെയ്യാതെ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാവേണ്ട കാര്യം, 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ആത്മീക അനുഭവം വന്നു കഴിഞ്ഞാൽ അവർ അപ്പോസ്തലന്മാർ അടുത്ത് ചെന്നൊരു ക്ലാരിറ്റിക്ക് ചെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ ദൈവശബ്ദമാണോ കേട്ടത്? എനിക്ക് ലഭിക്കുന്ന ഈ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്നാണോ? ഞാൻ കേൾക്കുന്ന ദൈവശബ്ദത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അന്ന് എഴുതപ്പെട്ട ബൈബിളില്ല, ഉണ്ടോ? അന്ന് പുസ്തകമില്ല. അന്ന് ലേഖനങ്ങൾ കയ്യിൽ എഴുതി കൊടുത്ത് അയക്കുന്ന ഒരു കാലഘട്ടമാണത്. എന്നാൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അടുക്കൽ ചെന്ന് നമ്മുടെ സംശയം നിവാരണം നടത്താം. അവിടെ നേരിട്ട് ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് അത് തടുത്തു. എന്തുകൊണ്ട് തടുത്തു? പരിശുദ്ധാത്മാവ് അത് തടുത്തു. ഹല്ലേലൂയ. കാര്യം ഇവിടെ പൗലോസിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സ്വർഗം പദ്ധതി ഇട്ടപ്പോൾ പൗലോസിനോട് പറഞ്ഞു പോകരുത് അല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ള കാര്യം ആ വ്യക്തിയോട് പറഞ്ഞത് കൊണ്ട് പൗലോസ് തീരുമാനിച്ച് ഞാൻ പോകുന്നില്ല. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കാം. അപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? താൻ പ്രാപിച്ച വെളിപ്പാടുകളെല്ലാം പ്രാപിച്ചതിന് ശേഷം തന്നെ യെരുശലേമിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അയക്കി. ഇങ്ങനെ നമ്മുടെ ലൈഫിലും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറെ നാൾ മനസ്സിൽ നീറ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിലെ ചില ഗ്രൂപ്പുകളിലെ ചില പ്രസ്ഥാനങ്ങളിലെ ചില ദൈവദാസന്മാരിലെ ഹല്ലേലൂയ, അവിടെയൊക്കെ നമ്മൾ ചെന്ന് അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട്. ആദ്യം സ്വർഗത്തിലെ ദൈവത്തിന് ആദ്യം നമ്മളുടെ അകത്തിരിക്കുന്ന ഈ ആന്തലൊന്ന് മാറണം. മനസ്സിലാവുന്നുണ്ടോ? അകത്ത് വേണ്ടാത്ത ആന്തലൊക്കെ നമ്മൾ തീ കൊടുത്തിട്ടിരിക്കുക. അതൊക്കെ ഒന്ന് മാറിയിട്ട് അതൊന്ന് മാറിയാൽ മാത്രമാ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് വരത്തുള്ളൂ. ആമേൻ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പൗലോസിന് കിട്ടുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്ന് ശ്രദ്ധിച്ചോ? ഞാൻ വളരെ ഒത്തിരി വട്ടം ഞാൻ വിഷയം ചിന്തിച്ചൊരു കാര്യമാണ്. ഇവിടെ വായിക്കുന്ന അടുത്ത ഭാഗം വായിക്കുന്ന എന്താണ്? ഞാൻ വായിച്ചല്ല, അവിടെ വായിച്ചേ. 18 മുതൽ വായിച്ചോ. കാര്യം മനസ്സിലാക്കണം. ദൈവാത്മാവ് ഈ പൗലോസിനെ 3 വർഷം മരുഭൂമിയിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, ആ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പോകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇവന്റെ ഉള്ളിൽ യെരുശലേമിൽ ആരൊക്കെ പോയി കാണണം, പത്രോസിനൊന്ന് പോയി കാണണം. ഈ ആശ ഇവന്റെ ഉള്ളിലുണ്ട്. കണ്ടോ? നമ്മളെ ചില കാര്യങ്ങൾ അകത്ത് ഹൃദയത്തിന്റെ 50% ഒരു വിഷയവും ബാക്കി 50% 50% മറ്റൊരു വിഷയം വെച്ചോണ്ടൊക്കെ ജീവിക്കുന്നവരാ ഓരോരുത്തരും അല്ലേ? നമ്മുടെ ആരംഭ ദിശയിൽ അങ്ങനെയാ.
പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ചില വിഷയങ്ങൾ ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതത്ര ഈസി അല്ല. ഇതുപോലെയാണ് പകുതി കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഗ്രഹിച്ചു, പകുതിയോ ഇതൊക്കെ ആണെങ്കിൽ ആ യെരൂശലേമിൽ ഇപ്പൊ അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ അവരുടെ പ്രസംഗം ഒന്ന് കേൾക്കുമ്പോഴാണ് ഒരു സുഖമുള്ളത് മനസ്സിൽ വെച്ചോണ്ടിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോഴേ നമ്മൾ പലതും ഹൃദയത്തെ ആശിക്കുന്ന പലതിന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള രുചിയില്ലെന്ന് മനസ്സിലാവും. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വലിയ സ്വപ്നമാകട്ടെ, മനസ്സിൽ ചിന്തിക്കുന്ന വലിയ ഒരു ആശയാകട്ടെ, അതിന് നമ്മൾ വിചാരിക്കുന്ന അത്ര മധുരമൊന്നുമില്ല അതിന്. പക്ഷെ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടും, മനസ്സിൽ ആഗ്രഹിച്ചു കൂട്ടുമ്പോൾ അതിന് ഭയങ്കര മധുരമാണ്. അവിടെ ചെന്നാൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കൊതിയും തീരും. മനസ്സിലാക്കട്ടെ, പൗലോസ് ആരംഭ ദിശയിലെ പൗലോസിന്റെ അവസ്ഥ ഈ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ 3 ആണ്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് അങ്ങ് വിട്ടു, നീ തന്നെ പരിചയപ്പെട്ടിട്ടൊക്കെ വാ. പ്രത്യേകിച്ച് നിയോഗമൊന്നുമില്ല, ദൈവാലോചനയൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവാലോചനയൊന്നുമില്ല. ചെന്ന് പരിചയപ്പെട്ടിട്ട് വരിക. ഇങ്ങനെ പോയി നമ്മൾ അഭിഷേകം പ്രാപിച്ച് ചില ദർശനങ്ങൾ വെളിപ്പാടുകളൊക്കെ പ്രാപിച്ചിട്ടും ചില പ്രസ്ഥാനത്തിന്റെ പുറകിൽ പോയി ഒരു ജോലി ഇല്ലാതെ കൈയും കെട്ടിയിരുന്ന് ഓർക്കുന്നുണ്ടോ കുറെ നാള്? അല്ലേ? പ്രത്യേകിച്ച് വലിയൊരു ഡ്യൂട്ടി ഒന്നുമില്ല, പുറകിൽ പോയി കൈയും കെട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കും. അത് കഴിഞ്ഞാണ് നിയോഗങ്ങൾ വരുന്നത്. എപ്പോഴാ? ചില കാര്യങ്ങളുടെ പുറകിൽ പോയേ നമ്മെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ മാനിക്കാനിരിക്കുന്ന ചില മേഖലകളുണ്ട്. അവിടെ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ എവിടെയെങ്കിലും ചെന്നാലുണ്ടല്ലോ, അവിടെ പോയി കയ്യും കെട്ടി അവർ പറയുന്ന കാര്യം കേട്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ നിയോഗത്തിലേക്ക് നമ്മൾ വരണം. ഹല്ലേലൂയ! നമ്മുടെ നിയോഗത്തിലേക്ക് നമ്മൾ വരണം. നമ്മളുടെ നിയോഗത്തിലേക്ക് നമ്മെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, ആ നിയോഗത്തിലേക്ക് ചെല്ലുമ്പോഴാണ് നീ ഇതുവരെ പ്രതീക്ഷിച്ച പലരും ഒരു സംഭവം അല്ലെന്ന് മനസ്സിലാവുന്നത്. വായിച്ചേ, തുടർന്ന് വായിച്ചേ. 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ദോഷമല്ല എന്നതിന് ദൈവം സാക്ഷി. കാരണം എന്നാന്നറിയാമോ? ഇത് പൗലോസിന് പറഞ്ഞാൽ ഇതിലും ഗൗരവമുള്ള വിഷയത്തിലേക്ക് ജനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൻ കഴിയത്തുള്ളൂ. കാര്യം യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ അന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവരെ സംബന്ധിച്ച് യെരൂശലേമിൽ നിന്ന് പ്രമാണികൾ എന്ന് പറയുമ്പോൾ ഉള്ളവങ്ങ് ഒഴുകുന്ന ഒരു അവസ്ഥയാണ് കിടക്കുന്നത്. അവരുടെ ഇടയിൽ അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു അപകടം ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യം പറഞ്ഞാലേ ജനത്തിന് മനസ്സിലാകത്തുള്ളൂ. അല്ലേ? ഇങ്ങനെ കാര്യം പറഞ്ഞാലേ ജനത്തിന് കാര്യം. ഞാൻ പറയുന്നത് പോഷ്കല്ല. വായിച്ചേ. ദൈവം സാക്ഷി. ഇവിടെ ശ്രദ്ധിക്കണം, സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. അവനല്ല, ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. തെറ്റ് വായിക്കരുത്, സൂക്ഷിച്ചു വായിക്കണേ. വായിച്ചോ. ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ചെന്നിടത്തൊക്കെയും പൗലോസ് വിചാരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു സ്വീകാര്യത കിട്ടുമെന്നായിരിക്കാം. പക്ഷെ പൗലോസ് ഇവിടെ ലേഖനത്തിൽ പറയുന്ന അങ്ങനെ സ്വീകാര്യത കിട്ടത്തില്ല. കാര്യം നാം ദൈവിക നിയോഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് നാം ചെയ്യുന്ന എല്ലാ യാത്രകളും ഇതുപോലെ ജനം ഗ്രഹിച്ചോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഗ്രഹിച്ചോ അല്ല നടക്കുന്നത്. വളരെ അറിയേണ്ട ഒരു കാര്യമാണ്. ഈ ദേശത്തിലെല്ലാം പൗലോസ് പോയി അവിടെ ചെന്നപ്പോ അവിടെ പറഞ്ഞ കാര്യം, ക്രിസ്തു സഭകൾക്ക് ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുഖപരിചയമില്ല. പിന്നെ ജനത്തിന് പിന്നെ പരിചയം എങ്ങനെയാണെന്നറിയാവോ? അടുത്ത വാക്യം കിടക്കുന്ന 23. മുമ്പേ കേക്കണേ, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ, താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇങ്ങനെ മാത്രമാണ് ചിലർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. കാര്യം പണ്ട് നമ്മെ എല്ലാം നശിപ്പിക്കാൻ വന്നവനാണ്. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഈ അവസ്ഥ, ഈ സ്റ്റാൻഡേർഡ് മാത്രം നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ആരംഭ കാലഘട്ടം. അല്ലേ? ആരംഭ കാലഘട്ടം ആ സ്റ്റാൻഡേർഡ് നൽകുന്നത്. കാര്യം എവിടെ ചെന്നാലും ആരംഭ ദശയിൽ കേൾക്കുന്ന ഇവൻ പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാ. ഇപ്പോഴും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്നത് പണ്ട് എങ്ങനെയാണെന്നുള്ളതാണ്. അല്ലേ? പണ്ടുള്ള ശൗൽ എങ്ങനെയായിരുന്നു, പണ്ടുള്ള പൗലോസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ടും കേൾക്കുന്നത്.
അത് മാത്രമല്ല, അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിച്ച് അടുത്ത വാക്യം വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം. 24 അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ എന്ന് പറഞ്ഞ പണ്ട് ഞാൻ ഇങ്ങനെ സഭയെ നശിപ്പിച്ചോണ്ടിരുന്ന വ്യക്തിയായിരുന്നു, അനേകരെ പിടിച്ചു കെട്ടി ഉപദ്രവിക്കുവാൻ കൊണ്ടുപോയ വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം ആ പഴയ ടെസ്റ്റിമണി മാത്രമാണ് ഇവിടെ സഹോദരൻ പ്രചരിച്ചത്. ഇതിനെ പ്രചരിച്ച് മനസ്സിലാക്കണം. ശുശ്രൂഷയിൽ ഈ ആരംഭ ദിശയിൽ വരുന്ന അനേകർ പണ്ട് എന്തെങ്കിലും ആയിരുന്നു, ഏതെങ്കിലും അവസ്ഥയായിരുന്നു എന്നുള്ള സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അല്ല ജീവിക്കേണ്ടത്. 14 വർഷം കഴിയുമ്പോൾ അടുത്ത അധ്യായം തുടങ്ങുമ്പോൾ 14 ആണ്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പണ്ട് സഭയെ മുടിച്ചു എന്നുള്ള സാക്ഷ്യമൊക്കെ ഈ 14 വർഷം കൊണ്ട് തീരും. അത് കഴിഞ്ഞ് വിഷയത്തിലേക്ക് വരണം. ദൈവാത്മാവ് ഇന്ന് അനേകരെ ഇതുപോലെ വിഷയത്തിലേക്ക്, ആത്മമണ്ഡലത്തിൽ ഇന്ന് ദൈവസഭ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതിനെ നേരിടുവാൻ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. ആമേൻ. ആ വാക്യം എന്താ വായിക്കുന്നത്? 14 ആണ്ട് കഴിഞ്ഞിട്ട് ആ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്. അപ്പോൾ അതിന് സ്വത്രം 14 വർഷം മുമ്പ് യാത്ര ചെയ്തതോ അത് അവരെ കാണാൻ, അവരോട് കൂടി ഇരിക്കാൻ, അവര് പോയ സഭകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോ പണ്ട് ഇങ്ങനെയായിരുന്നു, അയ്യോ അവൻ മണ്ണാണ് സഭയ്ക്കകത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നു കേട്ടോ, അവരതൊക്കെ വിട്ട് ഇറങ്ങി കേട്ടോ, അയ്യോ ഇതൊന്നും അല്ല സാക്ഷ്യം. ഇതിനല്ല ദൈവം നമ്മളെ വിളിച്ചത്. തന്റെ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മളിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ചപ്പോൾ ജഡരക്തങ്ങളോട് മാംസരക്തങ്ങളോട് ചോദിക്കാതെ ഓടിപ്പോകുവാൻ നമ്മൾ കൃപ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒരുവന് വില കൊടുത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവന് വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്, അല്ലേ? വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അല്ലാതെ എല്ലാ കാലത്തും പണ്ട് അവൻ സഭയിലുള്ളവരെ മുടിച്ചവനായിരുന്നു, അന്ന് പണ്ട് സ്തോത്രം അവിടെ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം മേടിച്ച് നടന്നു വന്നവനെ ഉപദ്രവിച്ചവനെ, ഇതല്ല എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ കാലഘട്ടത്തിനൊരു സമാപ്തിയുണ്ട്, ആ കാലഘട്ടത്തിനൊരു പരിധിയുണ്ട്. എന്നും ആ കാര്യം പറയാനല്ല, ക്രിസ്തു വെളിപ്പെടുത്തുവാനിരിക്കുന്ന വെളിപ്പാടുകൾ അത് നമ്മളിൽ നിന്ന് വെളിപ്പെടണം. ആമേൻ. ആ ഭാവം വായിച്ചേ. പോയത് ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഞാൻ ഓടിയത് വെറുതെ ആകാതിരിക്കേണ്ടതിന് ഞാൻ പ്രാപിച്ച വെളിപ്പാടുകൾ സുവിശേഷം ആരോട് വിവരിച്ചു? പത്രോസിനോട്, യാക്കോബിനോട്, യോഹന്നാനോടും കൂടെ വിവരിച്ചു കൊടുത്തു. നിങ്ങൾ കണ്ണാൽ കണ്ടതും തൊട്ടതും അറിഞ്ഞതുമായ കാര്യം ഞാൻ ആത്മാവിൽ പ്രാപിച്ചു. ഞാൻ ആത്മാവിൽ പ്രാപിച്ച കാര്യവും നിങ്ങൾ അറിഞ്ഞ കാര്യവും ഒന്നാണോ എന്നാണ് ഈ ചോദിക്കുന്നത്. ഒന്നാണെന്ന് അവര് ക്ലാരിറ്റി തന്നെ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മെ ദൈവം ക്ലാരിറ്റിക്ക് വിടുന്നൊരു സമയമുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല. ആളുകൾ നമ്മൾ ഉടനെ അങ്ങ് ചെന്നാൽ ഒരു ശുശ്രൂഷയും നടക്കത്തില്ല. നിയോഗവും വെളിപ്പാടും അനുസരിച്ച് സ്റ്റെപ്പുകളെ വെക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം അവിടെ പുറപ്പെടത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് സ്വതം മനസ്സിലാക്കണം, വിശ്വാസത്തിൽ വന്ന ഉടനെ പുസ്തകം എടുത്തോണ്ട് ഓടിയാൽ പണ്ട് ഞാൻ സഭയെ മുടിച്ചവനായിരുന്നുള്ള സാക്ഷ്യം പറഞ്ഞ കുറെ ഓടത്തുള്ളൂ. അത് കഴിഞ്ഞത് നിൽക്കും. ആളല്ലേ, അതാ കഴിഞ്ഞ് നിൽക്കും. ഒരു 14 വർഷത്തെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകും. ആമേൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും യഥാർത്ഥത്തിൽ ദൈവ പദ്ധതിയിലേക്ക് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നമ്മൾ വെളിപ്പാടനുസരിച്ച് പോകണം. അപ്പോൾ മനസ്സിലാക്കണം അവിടെ എന്തുകൊണ്ടാ പോയത്. അടുത്ത വാക്യം വായിച്ചേ. യവനെങ്കിലും നിർബന്ധിച്ചില്ല. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അപ്പോൾ കൂടെ ഉള്ളായിരുന്നു ഒരുവൻ വഴിതെറ്റിപ്പോയി. ഇത് പലപ്പോഴും നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളതാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടെയുള്ള ഒരുവൻ വഴിതെറ്റിപ്പോയി. താൻ അധ്വാനിച്ചു കൊണ്ടുവന്നത് തന്റെ കയ്യിൽ നിന്ന് നാശമായി പോയി. അതിനെ ഓർത്ത് ഭാരമാണ്. അപ്പൊ മനസ്സിലാക്കണം, എപ്പോഴാ ശുശ്രൂഷ വെളിപ്പെടുന്നറിയാവോ? ക്രിസ്തീയ ജീവിതത്തിൽ വരുമ്പോൾ നഷ്ടങ്ങൾ വന്നു തുടങ്ങൂലോ, അപ്പോഴാണ് ദൈവം വെളിപ്പാടുകളും നിയോഗങ്ങളും തരുന്നത്.
ഈ വിശ്വാസത്തിൽ ആദ്യം ഇറങ്ങി വരുമ്പോൾ ഒരു നഷ്ടവും കഷ്ടമില്ല, സുഖ കാലഘട്ടമാ. വിശ്വാസത്താൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോഴാണ് ദൈവത്തിലേക്ക് വാസ്തവമായിട്ട് അടുത്തു വരുന്നത്. കഷ്ടവും നഷ്ടവും വരുമ്പോൾ അവിടെ കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്, അല്ലേ? പല കാര്യങ്ങൾ തടസ്സം വരുമ്പോൾ, ലാഗ് ചെയ്യുമ്പോൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രം, ആ നേരത്തറിയാൻ നമ്മളെ വിശ്വാസം എന്നാന്നുള്ളത്. ഹല്ലേലൂയ. നമ്മൾ ആത്മീക വിഷയങ്ങൾ സംബന്ധിച്ച് ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംശയം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ചിലതിന് കൈമോശം വരുമ്പോൾ മാത്രമേ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വില കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വില കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കിയാലേ സ്വന്തം ദൈവകാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കപ്പെടത്തുള്ളൂ. വില കൊടുക്കുവാൻ നമ്മൾ പഠിക്കണം, അല്ലേ? ഇവിടെ അധ്വാനിച്ച് ശുശ്രൂഷയിൽ ബലപ്പെട്ട് വന്ന തീർത്തോസ് അവിടെ തെറ്റിപ്പോയി, അല്ലേ? വായിച്ചോ, നിങ്ങളുടെ വായിച്ചേ. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. എന്താണ് വായിക്കുന്നത്? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അടുത്തത്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല. അടുത്ത വാക്യം കേൾക്കണം. അത് കൊടുത്തിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി, ഇപ്പോ ഫാൻസ് അസോസിയേഷൻ അടച്ചു പൂട്ടി. ഇപ്പൊ ആരാധന വൃന്ദങ്ങളെ കാണുന്നില്ല. നമ്മളുടെ ഹൃദയത്തിൽ വേണ്ടാത്ത ആരാധനകൾ അവസാനിച്ചാലാ ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിൽ വേണ്ടാത്ത ആരാധനകൾ, അല്ലേ? ഇവിടെ എങ്ങനെ പൗലോസിന് ഇത് പറയാൻ പറ്റി? അന്ന് നിങ്ങൾ ആര് ഈ പറഞ്ഞ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പ്രമാണികളായവർ പണ്ട് എങ്ങനെ ആയിരുന്നാലും എനിക്ക് വിഷയമില്ലെന്ന്. അയ്യോ, അങ്ങനെ പറയാൻ അവർ ബലപ്പെട്ടോ? അങ്ങനെ ബലപ്പെടും. കാരണം ഇതിന് മുതൽ മുടക്കിയത് പത്രോസോ യാക്കോബോ യോഹന്നാനോ അല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ദൈവ സഭയ്ക്ക് മുതൽ മുടക്കിയത് തന്റെ ശരീരവും തന്റെ രക്തവും പൂർണ്ണമായി ചിന്തി ഊറ്റി നമുക്ക് അവന്റെ രക്തം മുഴുവൻ തന്നെങ്കിൽ മനസ്സിലാക്കണം, ഇതിനു വേണ്ടി വില കൊടുത്തത് മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം ഇതിന് വില കൊടുത്തെങ്കിൽ നമ്മൾ മനുഷ്യരെ അനാവശ്യ പ്രശംസയ്ക്ക് അർഹരാക്കേണ്ട കാര്യമേ ഇല്ല. എന്നാൽ ഇന്ന് സഭകളുടെ അകത്ത് നടക്കുന്നത് എന്താണ്? സഭകളുടെ അകത്തുനിന്നുള്ളതല്ല, ഇന്ന് അനേകരിലേക്ക് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേകരെ ലക്ഷ്യം തെറ്റിച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അനേകരെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുകയാണ്. യഥാർത്ഥ ദൈവമഹത്വം ദൈവത്തിന് അർഹമായി ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ആ ലക്ഷ്യം മാറ്റുകയാണ്. ഹല്ലേലൂയ. ലക്ഷ്യം മാറ്റുകയാണ്. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. നോക്കുന്നില്ല. കേട്ടോ, പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുമോ അത്? നമ്മൾ കടന്നു വന്ന പശ്ചാത്തലങ്ങൾ ചിലർക്ക് ചില സംഘടനയോടോ അല്ലെങ്കിൽ ചില സഭകളോടോ അല്ലെങ്കിൽ ചില വ്യക്തികളോടോ വല്ലാത്ത അദമ്യമായ പറ്റുമാനമുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ഭയങ്കര പറ്റുമാനം. അതിന്റെ ആവശ്യമില്ല. ഇല്ല. നമ്മെ കർത്താവ് തന്റെ രക്തം കൊണ്ട് നമ്മുടെ വീണ്ടെടുത്തെങ്കിൽ നമ്മൾ അവരെ സ്നേഹിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. വേറൊന്നും കടപ്പെട്ടിരിക്കാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. ഇത് കടപ്പാടുകളുടെ ലിസ്റ്റാ പറയുന്നത്. കടപ്പാടുകളുടെ ലിസ്റ്റ് എല്ലാം പറഞ്ഞു കേട്ട് കർത്താവിനെ ഔട്ടാക്കിക്കൊണ്ടായിരിക്കുന്നു ഇപ്പോ. മനസ്സിലാകുന്നുണ്ടോ?
പലരും തമ്മിൽ പല കാര്യങ്ങൾ ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം പല കാര്യങ്ങളും ചെയ്യിച്ച് അവസാനം എന്ത് സംഭവിച്ചു? ഇപ്പൊ കർത്താവ് ഔട്ടായിക്കൊണ്ടിരിക്കുന്ന വായിച്ചേ. നേരെ മറിച്ച് ആ പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെ വ്യാപരിച്ചുകൊണ്ട് പത്രോസിനും പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കും, വ്യക്തമായ ദർശനത്തിലേക്ക് ഇപ്പൊ പൗലോസ് വന്നു. താൻ ആരുടെ ഇടയിലാണ് ശുശ്രൂഷിക്കേണ്ടത്? തന്നെ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളും തനിക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ബൗണ്ടറിയെ കുറിച്ച് കൃത്യം ബോധവാനായിരുന്നു പൗലോസ്. ഹല്ലേലൂയ. ആ ബൗണ്ടറിക്കകത്തുനിന്ന് ഒരുത്തൻ പോയാൽ, ആ ബൗണ്ടറിക്കകത്തുനിന്ന് ഒരുവൻ കള്ള സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെട്ടാൽ, ഹല്ലേലൂയ, പത്രോസിനെ ഓർത്ത് മിണ്ടാതിരിക്കുന്നവനല്ല ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് പറയുന്നത്, അല്ലേ? ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ, ഒരു അപ്പോസ്തലനാണെങ്കിൽ, ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ അപ്പോസ്തലൻ എന്ന് പറയുന്നതാണ് നല്ലത്, അല്ലേ? പൗലോസിന്റെ അപ്പോസ്തലികത്വം മനസ്സിലാകണം. തന്റെ ബൗണ്ടറിക്കകത്തുനിന്ന് ഒരുത്തൻ പോയപ്പോൾ ചോദിക്കാൻ മടി കാണിച്ചിട്ടില്ല പൗലോസ്. നിനക്ക് സീനിയോറിറ്റി കുറവാണ്, നീ ജൂനിയർ ആണ്. ഞങ്ങളുടെ സീനിയേഴ്സ് കർത്താവിനോട് കൂടെ ഇരുന്നവർ, വർഷങ്ങളായി കർത്താവിനെ സേവിച്ചിരുന്നവർ, അവരുടെ തെറ്റല്ലാതെ ആകുന്നില്ല മനസ്സിലാക്കണം. ഇന്ന് അങ്ങനെയുള്ളവരെ ദൈവത്തിന് ആവശ്യം കേട്ടോ. ഇന്ന് സഭയ്ക്ക് ആവശ്യം തെറ്റിന്റെ പിന്നാലെ പോകുന്നവരെ അല്ല, തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവർക്ക് ബോധ്യം കൊടുക്കുന്ന ഒരു ജനത്തെയാണ് ദൈവത്തിന് ആവശ്യം. യഥാർത്ഥ അപ്പോസ്തലന്മാരെന്ന് ദൈവത്തിന് ആവശ്യമോ? കേരളത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. പൗലോസ് നോക്കുമ്പോൾ പത്രോസ് കർത്താവിന്റെ കൂടെ നിന്ന വ്യക്തി, എല്ലാത്തിനും ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്തോത്രം ഹല്ലേലൂയ അവിടെ രക്ഷിക്കപ്പെട്ടു. യെരുശലേമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ അവിടെ ചെല്ലുമ്പോൾ വലിയ ശിലാഫലകമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ അവരുടെ എണ്ണം, അതിന് ഇനാഗ്രേഷൻ, ഞാൻ എന്റെ ഭാഷയെ പറയുക. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ചെല്ലുന്ന ശിഷ്യഗണങ്ങളെല്ലാം കൂടെ പറയും, അയ്യോ അന്ന് നമ്മൾ ആരും ഇല്ലായിരുന്നു കേട്ടോ, അത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ, അതുകൊണ്ട് എന്ത് വന്നാലും ശരി അവര് കഴിഞ്ഞിട്ടേ ബാക്കി ഉള്ളൂ എന്നുള്ള ഈ ഡയലോഗ് ഒന്നും പൗലോസിന്റെ മുമ്പിൽ ഫലിച്ചില്ല. എന്തുകൊണ്ടാ? വിളിച്ച ദൈവത്തെ കണ്ടതുകൊണ്ടാണ് ഇതൊന്നും ഫലിക്കാതെ പോയത്. ഇന്ന് ദൈവത്തെ കാണണം, മനുഷ്യനെ അല്ല, ദൈവത്തെ കാണേണ്ടതാണെന്ന് നമുക്ക് ഇന്നൊരു വാക്യം കൊണ്ട് നമുക്ക് എടുക്കാം, അല്ലെ? ഇതിന്റെ കൂടെ നമുക്ക് വളരെ ശ്രദ്ധയോടെ നമുക്ക് എടുക്കേണ്ട ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. മത്തായി സുവിശേഷം 23 അധ്യായം ഒന്ന് എടുത്ത് വായിച്ചേ. ഹല്ലേലൂയ. 23 അധ്യായം നമുക്ക് വായിക്കാം. അനന്തരം യേശു പുരുഷാരത്തോട് തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് കേൾക്കണേ. ശാസ്ത്രിമാരും പരീശന്മാരും സ്വതന്ത്രം മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ കർത്താവ് എന്താ കാണുന്നേ? കർത്താവ് എന്താ കാണുന്നേ? ശരിക്കും നമ്മൾ ഈ പറയുന്നതൊക്കെയാണോ കർത്താവ് കാണുന്നേ? നമ്മൾ മനുഷ്യർ 100 പേര് ഒരുമിച്ചൊരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ആ കണ്ട കാഴ്ച ഭയങ്കര പ്രസക്തിയിലേക്ക് വരും, പ്രശസ്തിയിലേക്ക് വരും. പക്ഷെ എന്റെ ദൈവത്തിന് അതൊരു വിഷയമേ അല്ല. എന്റെ കർത്താവ് എന്താണ് കാണുന്നത് അതാണ് ഇന്ന് നമ്മളും കാണേണ്ടത്. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്താണ് കാണുന്നത്? ഈ 2025 ഈ തലമുറയിൽ നമ്മുടെ സഭകളിലേക്ക് നോക്കിയാൽ നമ്മുടെ കർത്താവ് എന്താ കാണുന്നത്? നമ്മുടെ പ്രസ്ഥാനങ്ങളിലേക്ക്, സഭകളും വിശുദ്ധന്മാരുടെ ഇടയിലേക്ക് കർത്താവ് കണ്ണ് നോക്കിയാൽ, കർത്താവ് തന്റെ ദൃഷ്ടി അവരുടെ മേൽ സ്തോത്രം ഒന്ന് പായിച്ചാൽ എന്തൊക്കെ കാണും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ തെറ്റ് കണ്ടാൽ മനുഷ്യന്റെ മുമ്പിൽ ഹല്ലേലൂയ തെറ്റല്ലാതാവോ? കർത്താവിന്റെ കണ്ണിൽ കാണുന്ന തെറ്റ് മനുഷ്യൻ അതിനെ വൈറ്റ് വാഷ് ചെയ്ത് അത് ഇല്ലാതാക്കുവോ? നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് തെറ്റായിട്ട് പറയാൻ, കുറവായിട്ട് പറയാൻ? നമ്മളിൽ പരിശുദ്ധാത്മാവാണോ ഉള്ളത്? പരിശുദ്ധാത്മാവ് ഉള്ളെങ്കിൽ അതിനെ യഥാർത്ഥമായി ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്.
കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. എന്താ? സത്യം പ്രസംഗിച്ചപ്പോൾ താൻ തകർക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ മാതൃക, നമ്മുടെ മോഡൽ ഇതാണ്. സത്യം പറഞ്ഞു ക്രൂശ് വഹിക്കുക, സത്യം പറഞ്ഞു ക്രൂശ് വഹിക്കുക എന്നുള്ളതാണ്. ഈ പാറ്റേൺ ആണ് ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ റെഡിയാണോ? നമ്മൾ റെഡിയാണോ? നമ്മൾ ചിന്തിക്കണം. ആമേൻ. 23-ാം അധ്യായം വായിച്ചേ. അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നത് ഒക്കെയും പ്രമാണിച്ച് ചെയ്യുവേ. കണ്ടോ? അവര് പറയുന്ന പ്രസംഗം എല്ലാം കേൾക്കണം. അവരുടെ ജീവിതവും അവരുടെ പ്രസംഗവും നോക്കണം. ജീവിതത്തിലില്ല, പ്രസംഗത്തിലുണ്ട്. അവരെ പോലെ ജീവിക്കരുതെന്ന്, അവരെ പോലെ ജീവിക്കരുത്. കാരണം എന്നാ? ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ എവിടെയാണെന്നറിയാമോ? അതിന്റെ അത് മറിക്കണ്ട, ഞാൻ വായിച്ചോളാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ 11-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ, ശ്രദ്ധിക്കണേ, ഇതാണ് പ്രശ്നം ഇതാണ്. പൗലോസിന്റെ കണ്ണിൽ നിന്ന് നോക്കിയപ്പോൾ വലിയ പ്രശ്നമാണ്. അതായത് യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോൾ ആര്? യാക്കോബിന്റെ അടുക്കൽ നിന്ന് ആളുകൾ വന്നപ്പോൾ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. അതായത് എന്താ ഇത് മനസ്സിലാകുന്നത്? ഇവിടെ പത്രോസിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അവിടെ യാക്കോബിന്റെ ആളുകൾ വന്നപ്പോ, യാക്കോബ് യഹൂദന്മാരാ, അവര് പറയും നമ്മൾ ഇതൊക്കെ അനുസരിച്ചാൽ ഇവിടെ ന്യായപ്രമാണം വേണം, പരിച്ഛേദന കൂടെ ഏക്കണമെന്നുള്ള ടീച്ചിങ് 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പരന്നു. പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് ഗുണമില്ല, മനസ്സിലാവുന്നുണ്ടോ? പരിച്ഛേദനയേക്കുന്ന വ്യക്തി വീണ്ടും ന്യായപ്രമാണം മുഴുവൻ ആചരിക്കാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്ന് നിൽക്കുകയാണ്. ഇതാണ് പരിച്ഛേദന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിച്ഛേദന ഏൽക്കരുത്. അപ്പോൾ നോക്കുമ്പോൾ തീത്തോസ് പരിച്ഛേദന ഏറ്റെന്ന് പറയുന്നത്, നമ്മൾ അന്യഭാഷയും പറയണം, പരിച്ഛേദന ഏറ്റോണ്ടിരുന്നാൽ മതി, ഇടയ്ക്കൊക്കെ പറ്റുമെങ്കിൽ ഈ ആലയത്തിലും പൊക്കോ, ഒരു കുഴപ്പമില്ലെന്ന്. അപ്പൊ ഈ ടീച്ചിങ് വന്നപ്പോഴാണ് പൗലോസിന്റെ അപകടം മനസ്സിലായി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതിന്റെ ഓതേഴ്സ് ആരാന്നറിയാമോ? ആരാ ഇതിന്റെ ഓതേഴ്സ്? പത്രോസാ. പത്രോസ് എന്ത് കാണിക്കുന്നു? അവിടെ ഈ ടീച്ചിങ് കിടക്കുകയാണ്. അവിടെ ജാതികളുമായിട്ട് ഭക്ഷിച്ച് പാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് യാക്കോബിന്റെ ആളുകൾ വന്നപ്പോൾ, യഹൂദന്മാരായിട്ടുള്ള ചിലർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് സമ്പർക്കം വിട്ട് അവരോടുകൂടെ പോയി ഇവരെ മാറ്റി നിർത്തി. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ ഞങ്ങൾ അവിടെ യഹൂദന്മാരെ കണ്ടു ഞങ്ങൾ ആ വഴിക്കും പോകണം, ജാതികളെ കണ്ട ആ വഴിക്കും പോകണം. മനസ്സിലാകുന്നുണ്ടോ? ഇതല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ! ഇതല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ! എന്താ പറഞ്ഞ? ഭക്തിയോടുകൂടിയ ഭിന്നതയാണ് ഇവിടെ കാണുന്നത്, അല്ലേ? ഭക്തിയോടുകൂടിയ ഭിന്നത, അല്ലേ? ഹല്ലേലൂയ! സ്തോത്രം. ഹല്ലേലൂയ! ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് എന്നൊക്കെ പറയുന്ന പോലെ ഭക്തിയോടുകൂടിയ ഭിന്നതയാണ് കാണുന്നത്, അല്ലേ? അവിടെ അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് നോക്കുമ്പോ ഇവനീ കാണിക്കുന്നവരുടെ കാര്യം ക്രിസ്തു സ്വതം രടിച്ചവർ സ്വതം ന്യായപ്രമാണം എന്ന ശത്രുത്വം ക്രൂശിൽ വെച്ചു. അത് നീക്കി ഒരുവരും വ്യത്യാസമില്ല. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന് സ്നാനപ്പെട്ട് കർത്താവിനെ ആത്മസത്തെ ആരാധിക്കുന്നു. വീണ്ടും ഡിവിഷനിലേക്ക് വരിക, വീണ്ടും ഭിന്നതയിലേക്ക് വരിക. ഈ പൈശാചിക സ്വഭാവം കണ്ടപ്പോഴാണ് അഭിമുഖമായിട്ട് പത്രോസിനോട് എതിർത്ത് നിൽക്കേണ്ടി വരികയാണ്. ശ്രദ്ധിക്കണം, വ്യക്തിപരമായ ഒരു വിഷയവുമല്ല, വിഷയം ആത്മീക വിഷയമാണ്. അപ്പോൾ ആത്മീക വിഷയം ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവർ ഈ പ്രവണത തുടർന്നു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് പടർന്നത് പന്തലിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിച്ച? തീത്തോസ് പൗലോസിന്റെ ശിഷ്യൻ എന്ത് സംഭവിച്ചു? തെറ്റിപ്പോയി. തീത്തോസ് തെറ്റിപ്പോയി, പൗലോസ് പുറകെ ഉണ്ടായിരുന്നു തിരുത്താൻ. ഞാൻ ചോദിക്കട്ടെ, തിരുത്തപ്പെടുവാൻ കഴിയാത്ത എത്ര പേര് വഴിതെറ്റി വേറെ പോയി? അവരുടെ ലിസ്റ്റ് ഇവിടെ ഇല്ല. മനസ്സിലാക്കണം, പല തെറ്റുകളും പലയിടത്തും ആവർത്തിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തിരുത്തുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, അത് പടർന്നു പന്തലിക്കും. ഹല്ലേലൂയ! അപ്പോൾ നമ്മളൊക്കെ പൗലോസിന്റെ ദർശനം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ! നമ്മൾ തീത്തോസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി അവൻ നല്ലപോലെ പ്രാർത്ഥിക്കട്ടെ, പരിച്ഛേദന എന്നൊക്കെ വിഷയമില്ല, ഇനി പോകാതിരുന്നാൽ മതി. ഇതല്ല പറയേണ്ടത്. പിന്നെ എന്നാ പറയേണ്ടത്? നേരെ അങ്ങ് എവിടെ ഇത് ആരംഭിച്ചോ അവിടെ ഇത് പിടിക്കണം.
എവിടെയാണോ ഇതിന്റെ കേന്ദ്രം, അപ്പൊ മനസ്സിലാക്കണം, ഏതൊരു ആത്മീക വിഷയത്തിന്റെ പ്രശ്നം കിടക്കുന്നത് താഴത്തെ തട്ടിലല്ല, അങ്ങ് സെൻട്രലാണ് പ്രശ്നം കിടക്കുന്നത്, അല്ലേ? ഗലാത്യ ലേഖനം വായിക്കുമ്പോ പ്രശ്നം കിടക്കുന്നത് തീത്തോസിന്റെ വീട്ടിൽ നിന്നല്ല വന്നത്, ബർന്നബാസിന്റെ വീട്ടിൽ നിന്നല്ല വന്നത്. എവിടെ? യെരുശലേമില് പത്രോസിന്റെ കൂടെ ഇരുന്നാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, പത്രോസിന്റെ അടുക്കൽ നിന്ന് പല ഉപദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇത് ആർക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആത്മാവുള്ള പൗലോസ് ഇതിനെ ഗ്രഹിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ! അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പൊ കൃപ പ്രാപിച്ചാൽ നമുക്ക് ഇതിനെ വിവേചിച്ച് മനസ്സിലാക്കാൻ ദൈവാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. അപ്പോൾ അങ്ങനെ വായിച്ചു വായിക്കുന്നത് ഇങ്ങനെയാണ്, ശേഷം യഹൂദന്മാർ അവരോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. ഈ യഹൂദന്മാരുടെ എല്ലാം പ്രശ്നമേ, ഈ തെറ്റിക്കാൻ വന്നവര് നിങ്ങൾ എവിടുന്ന വന്നത്? ഞങ്ങൾ പൗലോസിന്റെ കൂടത്താ വന്നത്, യാക്കോവിന്റെ കൂടത്തുനിന്നാ വന്നത്. ഓ, അപ്പൊ നേതാക്കന്മാരല്ലേ ഇങ്ങനെ വിശ്വസിക്കുന്നത്, അതെ ഇങ്ങനെ വിശ്വസിക്കുന്നത്, അവരിങ്ങനെയല്ലേ ജീവിക്കുന്നത്, അവരിങ്ങനെ ജീവിക്കുന്നത്, അതുകൊണ്ട് എന്നാ വേണം, നീ അങ്ങനെ തന്നെ ജീവിച്ചോ. ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് പൗലോസ് പിടിക്കുന്നത്. മനസ്സിലാക്കണം, നേതൃത്വം കാണിക്കുന്ന തെറ്റ് താഴത്തെ തട്ടി വരുമ്പോൾ അത് സ്വാഭാവിക നിയമമായി തീരുകയാണ്. മനസ്സിലാക്കണമേ, വളരെ കട്ടിയേറിയ ശിക്ഷ വരുമോ എന്നുള്ളത് കണ്ടറിയണ്ടേ. സോ നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 23-ാം അധ്യായം നമ്മൾ വായിച്ചോ, ഒന്ന് വായിച്ചേ. ചെയ്യുന്നില്ലല്ലോ. അടുത്തത്, അവർ കനമുള്ള പ്രസംഗങ്ങളെ കെട്ടി ശിഷ്യന്മാരുടെയും ശുശ്രൂഷകരുടെയും തോളിൽ വെക്കുന്നു. ഈ കേട്ട കാര്യം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടേ എന്നുള്ള ക്ലാരിഫിക്കേഷൻ അവർ തരികയില്ല. അയച്ചേ, കണ്ടോ, ഇവരെല്ലാം ചെയ്യുന്നത് ഈ കാര്യം മറ്റുള്ളവര് പബ്ലിസിറ്റിക്കാണ് ചെയ്യുന്നത്. പബ്ലിസിറ്റി. പബ്ലിസിറ്റിക്കാണോ ഇത് ചെയ്യേണ്ടത്? അപ്പൊ മനസ്സിലാക്കണം, പത്രോസ് തിരിഞ്ഞാലൊരു ഫോട്ടോ, മറിഞ്ഞാലൊരു ഫോട്ടോ, സോദരം കിടന്നാലൊരു ഫോട്ടോ, തിന്നാലൊരു ഫോട്ടോ, ഉടുത്താലൊരു ഫോട്ടോ, എല്ലാം എടുത്ത് ഫോട്ടോ ഓരോരുത്തർ പബ്ലിഷ് ചെയ്യുകയാണ്. അവൻ ഇന്നത് ചെയ്ത് അത്. അപ്പൊ അത്രത്തോളം ആരാധന വൃന്ദം പുറകെ കിടക്കുകയാണ്. ഹല്ലേലൂയ! ഫാൻസ് അസോസിയേഷൻ, അല്ലേ? ഹല്ലേലൂയ! ഹല്ലേലൂയ! കർത്താവിന്റെ ന്യായവിധി ഒരു ഫാൻസ് അസോസിയേഷൻ അവിടെ കാണത്തില്ല. പിടി വരും. പേര് വിളിക്കുമ്പോ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് രസം കാണുന്നത്. ഇന്ന് പകർന്നേരം മനസ്സിലാക്കിക്കണം, നമ്മുടെ മുമ്പിൽ ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ അസാധാരണമായ ഒരു ധൈര്യമാണ് കിട്ടുന്നത്, അല്ലേ? ഹല്ലേലൂയ! പത്രോസിനോട് ചോദിച്ചാ പറയും, എനിക്കൊരു അസാധാരണമായ ഒരു ധൈര്യം കിട്ടുന്നത് മോളിലേക്കും, ഒന്നും പേടിക്കണ്ട എന്നുള്ള തീരുമാനം. എന്റെ മോളിൽ ഒരുവനുണ്ടെന്നുള്ള പേടിയില്ല, അതാണ് വിഷയം. എന്റെ മുകളിൽ ഒരുവൻ ഉണ്ടെന്നുള്ള പേടി നഷ്ടപ്പെട്ട നേതൃത്വം തരാം, അതല്ലേ വിഷയം. ദൈവം ഒരുവൻ മുകളിലുണ്ട്, അത് കാണുന്നുണ്ട്. അവൻ അതിനെ സ്വന്തം ലഘൂകരിച്ച് വിടാത്ത ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം എന്നുള്ള ബോധം നഷ്ടപ്പെട്ടവർ, അല്ലേ? സുബോധം നഷ്ടപ്പെട്ടവർ. തിമത്യോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും വരുമ്പോ നമുക്ക് വളരെ ശുശ്രൂഷകർക്ക് വേണ്ട ഒരു കാര്യമാണ് സുബോധം. സുബോധം ഇല്ലെങ്കിൽ വലിയ പ്രശ്നം അത്, അല്ലേ? വായിച്ച തുടർന്ന് വായിച്ചേ. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പെട്ട ഭീതിയാക്കി പൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റെഡി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. നിങ്ങളോ റെഡി എന്ന് പേരെടുക്കരുത്. നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഇവിടെ ശ്രദ്ധിക്കേ, ഇവിടെ ഭൂമിയിലെ ആരെ പിതാവേ എന്ന് വിളിക്കരുത്. പ്രത്യേകിച്ച് വെള്ള വസ്ത്രം താഴം വരെ കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരെ പിതാവേ എന്ന് വിളിക്കരുത്. അവരുടെ നടുക്കൊരു കെട്ടുണ്ട്. അത് ഒന്നെങ്കിൽ ഓറഞ്ച് കളറായിരിക്കും, ഓറഞ്ച് ഇല്ല, ഒന്ന് റെഡ് കളറായിരിക്കും, അല്ലെങ്കിൽ റോസ് കളർ ആയിരിക്കും. അങ്ങനെ പല റോസ് കളറ്, റെഡ് കളറൊക്കെ ഇട്ട വലിയ കുരിശൊക്കെ നീട്ടിയിട്ടിരിക്കുന്നവരെ പിതാവേന്ന് വിളിക്കരുതെന്ന് ഈ വചനം കണ്ടിട്ടുണ്ടോ? അല്ലേ? പിതാവേന്ന് വിളിക്കരുത്. കാരണം എന്നാ? സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ പിതാവ് ഉണ്ട് എന്ന ആത്മാവിൽ ബോധ്യമുള്ളവരെ വിളിക്കാതിരിക്കത്തുള്ളൂ കേട്ടോ. അല്ലാത്തവരെ കാണുന്നതിനെയൊക്കെ പിതാവെന്ന് വിളിക്കും, അല്ലേ?
മനസ്സിലാക്കണം. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. ആ പ്രധാന സ്ഥലവും ആ പള്ളിയിൽ മുഖ്യാസനവും കണ്ടോ, അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും ആ അങ്ങാടിയിൽ വന്ദനവും ആ മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും ആ അവർക്ക് പ്രിയമാകുന്നു. മനസ്സിലാക്കണം. ഇങ്ങനെ പ്രിയം വന്നതുകൊണ്ടാണ് പൗലോസ് യാക്കോബിന്റെ അടുക്കൽ നിന്ന് ആളുകൾ വരുന്നത് വരെ ജാതികളോട് തിന്നു പോന്നു. അത് കഴിഞ്ഞ് അവന് ആള് വന്നപ്പോ അവരൊന്ന് പിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. ഈ ഭിന്നതയ്ക്ക് ഇവർ റെഡിയാകും. ഇതല്ല ക്രിസ്തീയ ജീവിതം. ഇതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നു, അല്ലേ? അവിടെ വായിക്കുന്ന അതിന്റെ സംശയം എന്നാന്നറിയാം. നമ്മളെ പറയുന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 22-ാം അധ്യായം 24-ാം വാക്യം ലൂക്കോസ്. ഹല്ലേലൂയ. 22-ന്റെ-24. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 22-ന്റെ-24 വായിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ വായിക്കാം. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ആമേൻ. ശിഷ്യന്മാരുടെ ഇടയിലാണേ. അവിടെ ആരെയാണ് വലിയവനായിട്ട് എണ്ണേണ്ടത്? അപ്പൊ ഇതിനു മുമ്പ് മനസ്സിലാക്കണം, ഈ വിഷയത്തിന് മുമ്പ് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇതേ മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 20-ാം അധ്യായം വായിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം അതിന്റെ മത്തായി സുവിശേഷം 20-ാം വാക്യം. അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചു. പത്രോസ് യാക്കോബ് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. കണ്ട, അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. കണ്ട, അമ്മച്ചിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഇത് വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യമാണ്. ദേ, കർത്താവിനോട് പറയണം, എന്നെ വലതും ഇവനെ ഇടതു വിരുത്താൻ വേണ്ടി പറയണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ഇവരെ കൊണ്ടുവരിക. എന്റെ ഭാഷയിൽ പറയുക, കർത്താവിനോട് അപേക്ഷിച്ച് അവനെ വലതും ഇടതും ഇരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നപ്പോ കർത്താവിന് മനസ്സിലായി ഇവര് ചോദിക്കുന്ന എന്നാന്ന് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ള ചില അമ്മച്ചിമാരുണ്ട്. വളരെ കഷ്ടമാ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വന്നിട്ട് സ്നാനപ്പെട്ടിട്ട് സഭായോഗത്തിന് കൂടാതെ ഇരിക്കുന്നു. മക്കളുടെ വിഷയം വളരെ പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന്. അമ്മച്ചി സ്നാനപ്പെട്ടാണോ? അതെ. അപ്പച്ചനോ? സ്നാനപ്പെട്ടതാ. എവിടാ സഭായോഗത്തിന് വന്ന്? ഞങ്ങൾ പോയിട്ടില്ല. എന്നാ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. ഒരിക്കൽ സ്നാനപ്പെട്ട ഇവർ ആരുടെയോ നിർബന്ധം കൊണ്ട് സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരിക്കൽ ആരാധനയ്ക്ക് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടില്ല. അതെന്നാ പോകാത്ത? മരുമക്കൾ പറഞ്ഞിട്ടുണ്ട് പോകരുത്. മരുമകൻ പറഞ്ഞു പോകരുത്. അതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും പോകുന്നില്ല. ഏതാണ്ട് മരണപ്പെടാൻ അതേ കാലമില്ല. എന്റെ തീരാറായേക്കുവാ. നിത്യതയെ കുറിച്ചുള്ള ഒരു ബോധമില്ല. അപ്പൊ എന്നാ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ മകളുടെയും മരുമകന്റെ എല്ലാം വഴക്ക് തീരണം. എന്നിട്ട് അവര് സ്വസ്ഥമായിട്ട് അവരെല്ലാ കാര്യവും ക്ലാരിഫിക്കേഷൻ വന്നിട്ട് അവരുടെ സമാധാനം കണ്ടിട്ട് ഞങ്ങൾ കണ്ണടയ്ക്കണം. എന്നിട്ട് നിത്യമായ ഗന്ധ തീപ്പൊയ്കയിലേക്ക് പോകണം. അല്ലേ? ചിലർക്ക് അവർ ചോദിക്കുന്നത് എന്നാന്നോ പറയുന്നത് എന്നാന്നോ ഒരു ബോധമില്ലാത്തവരുണ്ട്. അല്ലേ? ഒരു പിടിയില്ല. എന്നതാ ഇവര് ചോദിക്കുന്ന അറിയത്തില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ. ഞാൻ പറയട്ടെ, ചിലർ അങ്ങനെയുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിക്കും. മരണം വരെ മക്കൾക്ക് വേണ്ടി ജീവിക്കും. അത് കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോഴേ നരകത്തിൽ ചെല്ലും. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്തോത്രം സംസ്കാരമല്ല, മനുഷ്യന്റെ പൊതുവേ ഉള്ള ഒരു ചിന്താഗതിയോ അവസ്ഥയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി കരുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവനവന്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നതൊന്നും ചുമക്കാൻ റെഡിയാകരുത്.
അപ്പൊ ഞാൻ ചോദിക്കുന്നു, സ്നാനപ്പെട്ട നിങ്ങൾ ഇതുവരെ സഭായോഗത്തിന് പോകുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യം എടുത്തില്ല. അവരാകെ പുസ്തകം എടുക്കുന്ന മക്കളുടെ വഴക്ക് തീരണം, അവര് സെറ്റിലാകണം, അങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞ വീട്ടിലിരുന്നോളാൻ പറഞ്ഞു. വീട്ടിലിരുന്നോ, സ്തോത്രം, എല്ലാം ശരിയായത് തന്നെ. ഹല്ലേലൂയ. അങ്ങനെ ചിലരുണ്ട്, മനസ്സിലാക്കണം. ചിലര് ആയുസിൽ അവരുടെ കുടുംബത്തിന്റെ മഹിമ പറഞ്ഞ്, അവരുടെ കുടുംബത്തിന്റെ മക്കളുടെ മഹിമ പറഞ്ഞ്, ഈ മക്കളുടെ മഹിമയും കുടുംബം തന്നെ കുറച്ച് സ്ഥലം കാണും, കുറച്ച് കാശ് കാണും, മക്കൾ വിദേശത്തായിരിക്കും, അവർ കാശ് കൊണ്ടേ കൊടുക്കും. ഇത് ശവപ്പെട്ടി വരെ ഉള്ളു സഹോദരങ്ങളെ, ശവപ്പെട്ടി വരെ ഉള്ളൂ, ശവപ്പെട്ടി വരെ ഉള്ളൂ. അവര് കഴിഞ്ഞോ? നമ്മൾ ഈ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇതിന് ശേഷമുള്ള മഹത്വത്തിന് വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് ഇന്ന് അതിനെ കുറിച്ച് അറിയത്തില്ല. ഹല്ലേലൂയ. ചിലര് ചിന്തിക്കുന്നത് ദൈവരാജ്യമൊന്നും ഇല്ലെന്നാ. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇവിടെ ഒരു അമ്മച്ചി ചോദിക്കുകയാണ്, ഒരുവനെ നിന്റെ ഇടതും ഒരുവനെ നിന്റെ അരുളി ചെയ്യാത്തതിന്റെ കുറവേ ഉള്ളൂ. വായിച്ചേ. പലരുടെ അപേക്ഷകളുടെ യഥാർത്ഥ അവസ്ഥ അപേക്ഷിക്കുന്ന അവർക്ക് പോലും അറിയത്തില്ലെന്ന് ജീവനുള്ള ദൈവം പറയുക. വായിച്ചേ. ഞാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അമ്മച്ചി ഉൾപ്പെടെ പറഞ്ഞു. അവൻ കുടുംബത്തോട്, ഞാൻ മരിക്കുന്നത് പോലെ തന്നെ പൂർണ്ണത എത്താതെ ഭൂമിയിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞു. എങ്കിലും എങ്കിലും എന്റെ വലതും ഇടതും ഇരിക്കുവാൻ വരം നൽകുന്നത് എന്റേതല്ല. അമ്മച്ചിക്ക് മതിയാവല്ലോ. എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നോ അവർക്ക് കിട്ടും. മനസ്സിലാക്കണം, മനുഷ്യൻ ഒരുക്കുന്നതൊന്നും ഒരുക്കമല്ല, ദൈവം കരുതിയാലാണ് അത് കരുതലാകുന്നുള്ളൂ. ഇന്ന് അനേകർക്ക് ദൈവത്തിൽ നിന്നുള്ള കരുതലിനേക്കാൾ മനുഷ്യരിൽ നിന്നുള്ള കരുതലും മനുഷ്യരിൽ നിന്നുള്ള പ്രീതിക്ക് വേണ്ടി നിൽക്കുക. ഇതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ യോഗ്യമായ കാര്യമല്ല. ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിച്ചല്ല, ചിരിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് കാര്യങ്ങൾ വന്ന അമ്മച്ചിയും കാര്യങ്ങളെല്ലാം ചോദിച്ച് മക്കൾക്ക് വേണ്ട മരണശിക്ഷയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവസാനം കർത്താവ് പറഞ്ഞു, ഇടതും വലതും ഇരിക്കുന്ന അമ്മച്ചി നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളതുമല്ല, സ്വർഗത്തിൽ പിതാവിനുള്ളതാ. പിതാവ് തീരുമാനിക്കുക എന്റെ ഇടതും വലതും ആരിക്കണം, അത് പിതാവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായി. അമ്മച്ചി സ്തോത്രം പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടിരുന്നു. അടുത്ത വാക്യം എന്നെ കിടക്കുന്ന അടുത്ത വാക്യം തൊട്ടടുത്ത് പറഞ്ഞു. ശേഷം 10 പേരത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശു അവരെ അടുക്ക വിളിച്ചു. ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ ഇങ്ങനെ അരുത്. എന്തിനാ കർത്താവ് ഇത് പറഞ്ഞത്? ജാതികളുടെ സമ്പ്രദായമാണ് എനിക്ക് വലിയവരാകണം, എന്റെ മക്കൾ ഉന്നത സ്ഥാനത്തെത്തണം, ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായ പദ്ധതികളിലും സ്ഥാനങ്ങളിലും എന്റെ മക്കളും എന്റെ കുടുംബക്കാരും എന്റെ വീട്ടുകാരിലും എത്തണം, അല്ലേ? ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പണ്ടാങ്ങാണ്ട ഏതൊരു MP അല്ലേ പറഞ്ഞത്, ജിറാഫിനെ കയറ്റി അയക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും അതിലൊന്ന് ഞങ്ങളുടെ കൂട്ടരായിരിക്കണം എന്ന് പറഞ്ഞു, അല്ലേ? ഒരു ജിറാഫ് പറയുക ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ആയിരിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ മനസ്സിലായത്? ജാതികളുടെ ഇടയിലെ ജീവിത ശൈലി ഒരിക്കലും ദൈവമക്കൾ ഏറ്റെടുക്കരുത്. ആമേൻ. എത്ര പേർക്ക് പറ്റും? ഇന്ന് നമ്മളിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞ കാര്യം എന്താ? യോനായെ പോലെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരുത്തൻ കാണും, ഇല്ലേ? ദൈവം പദ്ധതി ഇട്ടിട്ട് അവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടതാ. അവനെ വേലയ്ക്ക് വിളിയുണ്ടെന്ന് മനസ്സിലായിട്ട് അവൻ വേഗം ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയാൽ മതി. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി എന്നാ പറഞ്ഞേക്കുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി വേറൊരു ജോലി ചെയ്യുക. കുറച്ചാൾ കഴിയപ്പോഴൊരു ഫോൺ കോൾ വരുന്ന കേൾക്കാം, അതേ ദൈവദാസനെ ഞാൻ ഇവിടെ വന്നിട്ടേ 10 വേണ്ട 5 വർഷമായി, ഇതുവരെ എന്റെ ജോലി സ്ഥിരപ്പെട്ടിട്ടില്ല, കിട്ടിയ ജോലി പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ബോസ് പ്രശ്നം, കൂടെ ജോലി ചെയ്യുന്ന ഒരു പ്രശ്നം, എല്ലാം പ്രശ്നമാണ്. ദൈവദാസനെ പ്രാർത്ഥിക്കണേ. യോന ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കാണും, അല്ലേ?
പടക് കിടന്ന് ഇങ്ങനെ ഇളകിയപ്പോഴത്തേനും ആ താഴെ കിടക്കുന്നതിനെ വിളിച്ചോണ്ട് പാടാന്ന് പറഞ്ഞു. അവനായിട്ട് പിന്നെ അവന്റെ മുതുകത്താണ് പിന്നെ പരിപാടി നടന്നത്. അപ്പൊ അവൻ വേഗം പ്രാർത്ഥനയ്ക്കായിട്ട് കേരളത്തിലേക്ക് വിളിച്ചിട്ട് പറയാം, ദേവദാസനെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പടകിന് വല്ലാത്ത അസാധാരണമായ പ്രയാസം വന്നിരിക്കുന്നു, ശക്തമായി പ്രാർത്ഥിക്കണം, എന്റെ ജോലി സ്ഥിരപ്പെടണം, എന്റെ ജീവിതങ്ങളെല്ലാം സ്ഥിരപ്പെട്ട് കിട്ടണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡിയായി. പക്ഷെ നടന്നോ കാര്യങ്ങൾ? ഹല്ലേലൂയ. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സഹോദരനെ ഇതുവരെ വിളിച്ചു, വിദേശ ജോലിയാ. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വ്യക്തിയെ ദൈവം വേലയ്ക്ക് വിളിച്ചതാണ്. പക്ഷെ ഈ വ്യക്തി നിൽക്കാതെ എന്റെ സന്നിധിയിൽ നോടിപ്പോയ വ്യക്തിയാണെന്ന് പറഞ്ഞു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, സഹോദരം, നിങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വേലയ്ക്കായിട്ട് വേർതിരിച്ച് നിങ്ങളെ കൊണ്ടുവന്നതാണോ? അപ്പൊ പറഞ്ഞ അതെ. നിങ്ങൾ ശുശ്രൂഷ എന്നാന്ന് പറഞ്ഞോ? പറഞ്ഞതാ. അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തതാ. പിന്നെ എന്നാ അത് വിട്ടിട്ട് പോയത്? അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവർക്കിപ്പോ വലിയ പ്രശ്നമാ. ഭാര്യ പ്രശ്നം, മക്കള് പ്രശ്നം, ചെന്നിടത്തില്ല, ജോലി പ്രശ്നം, കടം കയറി ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നമായിട്ട് നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, പടക് മുങ്ങാതിരിക്കുവോ? അപ്പോൾ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും, എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാ മതി. അപ്പൊ എന്നാ അടിയിൽ മീൻ വന്ന് അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചോളൂ. ആ നേരത്ത് കർത്താവേ നീ എന്നെ അയക്കുന്നിടത്ത് ഞാൻ പോകാം, നീ എന്നോട് കർത്താവേ അരുളി ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച ആ നേരത്ത് ദൈവാത്മാവ് ആലോചന പറയും. പക്ഷെ അത് പറയില്ല. ഹല്ലേലൂയ. അത് പറയില്ല. അവൻ പ്രാർത്ഥിക്കുന്ന വിഷയം എന്നാണെന്നറിയാമോ? പടകിന്റെ സ്റ്റിയറിംഗ് ഇളകിപ്പോയി, ബ്രേക്ക് പോയി, ഹാൻഡ് ബ്രേക്ക് ഇളകിപ്പോയി, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല, കർത്താവേ നീ പ്രവർത്തിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഇളക്കി എങ്ങോട്ട് ഇട്ടു? കടലിലേക്ക് ഇട്ടിട്ട് അതാ ദേവനെ വിളിക്കുക. ഇവൻ ചേറി ചെന്ന കമ്പനി ഒന്നിനൊന്നിന് താഴോട്ട് പോകാൻ തുടങ്ങി. ചിലർ പറയുന്നത് ഞങ്ങൾ ചെന്ന് കയറി പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ആ കമ്പനി പെട്ടെന്ന് ഒരു ലാഭമില്ലാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് വന്നു, ഞങ്ങളുടെ ജോലി എല്ലാം അല്ലാത്ത അവസ്ഥയില്ല, പൈസ കുറഞ്ഞു പോയി, അങ്ങനെ എങ്ങനെയാ. ഈ ചില സ്പെഷ്യലിസ്റ്റ് പാസ്റ്റർമാരുണ്ടേ, അതിന്റെ ഇടയ്ക്കും പണ്ട് പറഞ്ഞു ടൈറ്റാനിക് മുക്കുമ്പോഴും അതിന്റെ ഇടയ്ക്കും സ്തോത്ര കാഴ്ച എടുക്കുന്ന പാസ്റ്റർമാരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ടൈറ്റാനിക് മുങ്ങുക, നമുക്കൊരു പാട്ട് പാടി ശക്തമായി ആരാധിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാന്ന് മുങ്ങുകയാണ്. പക്ഷെ എന്നാലും കൈയടിച്ച് ആരാധിക്കുന്നവരുണ്ടെന്നുള്ളതാണ് അതിന്റെ കേസുകൾ. മനസ്സിലാകുന്നുണ്ടോ? ചാകുന്നെങ്കിൽ എൻജോയ് ചെയ്ത് തീരട്ടെന്ന് വെച്ച രീതിയിൽ മനസ്സിലാക്കണമേ. പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം കൊടുക്കണം. ഇന്ന് അനേകർ അതിന് റെഡിയല്ല. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലാത്തൊരു വലിയ കൂട്ടമുണ്ട്. ആ രോഗം പത്രോസിനുണ്ടായിരുന്നു, ആ രോഗം ഈ പറയുന്ന യാക്കോബിനുണ്ടായിരുന്നു. അവര് പ്രശ്നത്തിന് പരിഹാരം വരുത്തുകയല്ല ചെയ്തത്. എന്നാൽ മനസ്സിലാക്കണം, പൗലോസ് അവിടെ ചെയ്ത കാര്യം ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിലായിരുന്ന പൗലോസ് ഒരുവൻ തെറ്റിപ്പോന്ന് കണ്ടപ്പോൾ അവനെ ഏത് വിധത്തിലും നേടുവാൻ തയ്യാറായി. ആമേൻ. തുടർന്ന് വായിച്ചേ, തുടർന്ന് വായിച്ചേ. ആമേൻ. 20 വായിച്ചേ. നിങ്ങളിൽ അങ്ങനെ അരുത്. ശ്രദ്ധിക്കണം, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. വായിച്ചോ. മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ഇവിടെയാണ് പലർക്കും പ്രശ്നം വരുന്നത്. അനേകർ ദാസന്മാരാകാൻ റെഡിയല്ല, അനേകർ താഴ്വാൻ റെഡിയല്ല. അതായത് അവർ ഏറ്റവും ഗ്രൗണ്ട് റൂട്ടിൽ ഏറ്റവും ഉന്നതനാകുവാൻ പ്ലാൻ ചെയ്യുന്നവൻ ഏറ്റവും ദാസനായി തീരണം. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. തുടർന്ന് വായിച്ചോ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല. ഇതാണ് വിഷയം. നമുക്ക് കമാൻഡ് ചെയ്യാനാ ഇഷ്ടം, ഓബേ ചെയ്യുന്ന ഇഷ്ടമല്ല. ഓബീഡിയന്റ് ആകുന്ന ഇഷ്ടമല്ല, കമാൻഡ് ചെയ്യണം, അനുസരിപ്പിക്കണം. ഇതാണ് അനേകരുടെ മൈൻഡ്. മനസ്സിലാവുന്നുണ്ടോ? അനേകരുടെ ജീവിതത്തിലെ പരാജയ കാരണം ഇതാണ്. അവൻ അനുസരിക്കത്തില്ല, മറ്റുള്ളവരുടെ ആജ്ഞാപിച്ചേ പഠിച്ചിട്ടുള്ളൂ. ഇത് ശുശ്രൂഷയുടെ ജീവിത ശൈലിയല്ല. ആമേൻ. അവിടെ വായിക്കുന്ന എന്താണ്? ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും പോലെ തന്നെ
അവിടെ ശ്രദ്ധിക്കണം, മനുഷ്യപുത്ര ശുശ്രൂഷ ചെയ്യിക്കുവാനെല്ലാം ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ ഞാൻ വന്നത്. അടുത്തത് അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. മതി, സ്തോത്രം. അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ അകത്ത് കർത്താവ് ആഗ്രഹിക്കാത്തൊരു പാറ്റേൺ അവിടെ ഉണ്ട്. ലോകത്തിലെ രാജാക്കന്മാർ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത് സ്തോത്രം അവനവരോട് അടുക്ക വിളിച്ച് ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഇച്ചിരി ക്ലാരിറ്റി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്ത് നമ്മൾ വായിക്കണം, 22-ാം അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ അത് പറയുന്ന ഒരു കാര്യം മറ്റൊരു ഡയലോഗിലാണ് ഈ വിഷയം പറയുന്നത്. സ്തോത്രം അതിന്റെ 25-ാം വാക്യം, അവനോ അവരോട് 22-25 ലൂക്കോസ്, അവനോ അവരോട് പറഞ്ഞത് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവർ ഉപകാരികൾ എന്ന് പറയുന്നു. അപ്പൊ ശ്രദ്ധിക്കണേ, ഉപകാരികൾ എന്ന് പറയണം അല്ലേ? നമ്മൾ ആരും കർത്താവിന്റെ നാമം ധരിച്ചിട്ട് അവൻ ഭയങ്കര പ്രയോജനമുള്ളവനാണ് കേട്ടോ എന്ന് പറയിപ്പിക്കരുത്. എന്ന് പറഞ്ഞ പ്രയോജനം ഇല്ലാതാക്കണമെന്നല്ല പറഞ്ഞതിനർത്ഥം. ദൈവത്തെ സേവിക്കുവാൻ വിളിച്ച വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് മൗനമായിരിക്കുവാൻ തയ്യാറാണ്. ചെയ്യേണ്ടതേ ചെയ്ത്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഒരു രാജാവിന്റെ പദവിയിലാണ് ഒരു അപ്പോസ്തോലനെ ദൈവം ആക്കി വെക്കുന്നത്. മനസ്സിലാക്കണം, ഒരു രാജാവിന്റെ പദവിയിലാണ്. എന്നാൽ മനസ്സിലാക്കണം, കർത്തൃത്വം നടത്തുമ്പോൾ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ സ്ഥാനമാണ്, ഞാൻ കൽപ്പിക്കാനല്ല, ശുശ്രൂഷിക്കുവാനും തന്റെ ജീവനെ മറുപടിയായിട്ട് കൊടുക്കുവാൻ അത്ര വന്നത്. അപ്പോൾ അതേ പാറ്റേൺ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. ആമേൻ. പല ലീഡേഴ്സും അവിടെ നിന്ന് കമാൻഡ് ചെയ്യല്ല, ജീവിതത്തിലെ ഫസ്റ്റ്ലി അപ്ലൈ ചെയ്യണം. കർത്താവ് നോക്കുന്നത് അതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഫസ്റ്റ്ലി അതിനെ അപ്ലൈ ചെയ്തിട്ടാണ് ബാക്കി കാര്യം വരുന്നത്. അവിടെ വായിക്കുന്നത് രാജാക്കന്മാർ അവർ കർത്തൃത്വം നടത്തുന്നത്, അവരുടെ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷക്കാരനെ പോലെയും ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിൽ ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിൽ ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങൾ ആകുന്നു എന്റെ പരീക്ഷകൾ എന്നോട് കൂടെ നിലനിന്നവർ. ആമേൻ. അപ്പോൾ ശുശ്രൂഷിക്കുവാൻ, ആമേൻ, മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് ഇതിന്റെ പാറ്റേൺ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കണം. അയ്യോ, അത് വളരെ ഇതല്ലേ, അത് കുറഞ്ഞ ഇടപാടല്ലേ എന്നാ അത് ലോകം പഠിപ്പിച്ചത്. പക്ഷെ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ നമ്മൾ വലിയവൻ ചെറിയവരെ പോലെ ആയിത്തീരുകയാണ് വേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പക്ഷെ നമ്മൾ ഉപകാരികൾ എന്ന് പറയിപ്പിക്കാനും നമ്മൾ ഇടയാക്കരുത്. അത് വളരെ സൂക്ഷിച്ചോണം. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ, നമ്മൾ ഈ ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് ഇത് പറയാനുള്ള കാരണം, ഈ ക്വാളിറ്റീസ് എന്ത് സംഭവിച്ചു? അവരിൽ നിന്ന് ഇല്ലാതായി പോയി. ഈ പൗലോസിൽ നിന്ന്, പത്രോസിൽ നിന്ന് അത് ഇല്ലാതായി പോയി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ സ്തോത്രം നമ്മളതിന്റെ നമ്മളതിന്റെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പത്രോസിന്റെ ലേഖനം ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 22 നമ്മൾ വായിച്ച 25 മുതലാണ് അല്ലേ? 22-21 വായിച്ചേ. 22-25 മുതലൊന്ന് വായിച്ചേ. ലൂക്കോസ് 22-25 വായിച്ചു. വേഗം നിർത്താം. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ.
ആകട്ടെ. ആ ആരാകുന്നു വലിയവൻ? ആ ഭക്ഷണത്തിനിരിക്കുന്നവനോ ആ ശുശ്രൂഷിക്കുന്നവനോ? ആ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ആ ഞാനോ നിങ്ങളുടെ ഇടയിൽ ആ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആ ആകുന്നു. ആ നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ ആ. എന്നോടുകൂടെ ആ. നിലനിന്നവർ. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളാകുന്നു എന്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ. അടുത്തത്, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. 30-ാം വാക്യം. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ ആ തിന്നുകുടിക്കുകയും ആ സിംഹാസനങ്ങളിൽ ഇരുന്ന് ആ ഇസ്രായേൽ ഗോത്രം ആ 12-നെയും ആ ന്യായം വിധിക്കുകയും ചെയ്യും. പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജാതികളെ പോലെ ജീവിക്കാൻ പാടില്ല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാതികളെ പോലെ ചിന്തിക്കാനും ജീവിക്കാനും പാടില്ല. എന്ത് സംഭവിക്കണം? എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ തിന്നുകുടിക്കുകയും സിംഹാസനത്തിൽ ഇരുന്ന്, എവിടെയാ? ഭൂമിയിൽ ഒരിടത്തും അല്ല, സ്വർഗത്തില് അല്ലേ? ദൈവം അനേക സിംഹാസനങ്ങൾ അവിടെ കാണാം. അവിടെ ഇരിക്കുവാൻ, അവനോട് കൂടെ വരം ലഭിക്കുവാൻ, അല്ലേ? അതിനാണ് അവിടെ 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 ഒരുക്കപ്പെടേണ്ടത്. അതാണ് ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ എന്റെ രാജ്യത്തിൽ ആ എന്റെ മേശയിൽ ആ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ആ ന്യായം വിധിക്കുകയും ചെയ്യും. ന്യായം വിധിക്കുകയും ചെയ്യും. അടുത്തത്, ശീമോനേ, ശീമോനേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതെല്ലാം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സ്വതം അവിടെ വായിക്കുന്നത് സ്വത്രം, അവിടെ രാജാക്കന്മാർ, അവരോട് പറഞ്ഞ ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവർ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളും അങ്ങനെയല്ല. അപ്പോൾ ജാതീയ സമ്പ്രദായം ഒരിക്കലും എവിടെ കൊണ്ടുവരാൻ പാടില്ല, ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. ജാതീയ സമ്പ്രദായം ദൈവസഭയ്ക്കകത്ത് ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. ആമേൻ. അങ്ങനെ കൊണ്ടുവന്നാൽ സംഭവിക്കുന്നത്, സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല, അവന്റെ മേശയിൽ നിന്ന് തിന്നു കുടിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കണം, ദൈവജനമാകുന്ന ഇസ്രായേൽ മക്കൾ 12 ഗോത്രത്തെയും ന്യായം വിധിക്കുവാനുള്ള അധികാരമാണെന്ന് ഓർക്കണം. അവിടെ ശിഷ്യഗണങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പ്രശ്നക്കാരനെ കൈകാര്യം ചെയ്യുന്ന അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. വായിച്ചേ. ശീമോനേ, ശീമോനേ, ആ ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവരാജ്യത്തെ ജാതീയമാക്കി തീർത്താൽ പിശാച് ബാധിക്കും. മനസ്സിലായോ? ദൈവരാജ്യത്തെ ലോക രാജ്യങ്ങളിൽ ലോക ജാതികളെ പോലെ അതിനെ താഴ്ത്തിക്കളഞ്ഞാൽ സാത്താന്റെ ബന്ധനത്തിൽ ചെന്ന് വീഴും. ഹല്ലേലൂയ. അപ്പോൾ എന്താ പിന്നെ അവിടെ ബാധിക്കുക? അവിടെ എന്താ പിന്നെ നിയന്ത്രിക്കുന്നത്? ദൈവാത്മാവല്ല, ദുരാത്മാവായിരിക്കും അവിടെ വ്യാപരിക്കുന്നത്. പത്രോസേ, ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അടുത്തത്, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി. കണ്ട, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ. കാരണം അവരെ പോലെ നമ്മുടെ ഇടയിൽ വരണമെന്നുള്ള അറിവില്ലാത്ത ആഗ്രഹമായിട്ട് നീ ഇരുന്നപ്പോൾ നിനക്കറിയത്തില്ല ഇതിന്റെ ഗൗരവം എന്താണെന്ന്, അല്ലേ? എത്ര ഭയങ്കരം അത്! അതിന്റെ ഗൗരവം മനസ്സിലാകാതെയാണ് അവർ അപേക്ഷിച്ചത്. ആരപേക്ഷിച്ചത്? ഈ പറഞ്ഞ സ്തോത്രം പത്രോസ് അപേക്ഷിച്ചത്, അല്ലേ? അവരെ പോലെ ആകരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സബദിപുത്രന്മാരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു തന്നെ, ഒരുത്തനെ ഇടതും ഒരുത്തനെ വലതും ഇരുത്തണമെന്ന് പറഞ്ഞു. അവിടെയും വരിച്ചു വെച്ചത് എന്താണ്? അവിടെ വരിച്ചു വെച്ചത് നന്മയ്ക്കായിട്ടല്ല അത് തീർന്നത്. ഞാൻ പ്രാപിക്കുവാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കൂ എന്ന് പറഞ്ഞു. എന്നതാണെന്ന് പോലും മനസ്സിലാകാതെയാണ് കുടിക്കൂ എന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവരാജ്യ വിഷയത്തിലേക്ക് ദൈവികമല്ലാത്തത് വലിച്ചു കയറ്റിയാൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് ദൈവികമായി തന്നെ മുന്നേറണം. ലോകത്തിന്റെ ജാതികൾ, അവിടെ ആ വാക്യം എത്ര കൃത്യമാണ് അവിടെ വായിക്കുന്നത്. അവർ പറഞ്ഞു, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്ന, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു, അല്ലേ?
ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയൊരു ഇളയനെ പോലെ ആകണം. അപ്പോ ലോകത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് രാജാക്കന്മാരെ പോലെ മുകളിലിരിക്കുക, താഴോട്ട് കമാൻഡ് കൊടുക്കുക, അനുസരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? മുകളിലിരുന്നുകൊണ്ട് താഴെ ഉള്ളവരുടെ മേൽ കൽപ്പന കൊടുത്ത് അവരെ അനുസരിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ലീഡർ എന്ന് പറയുന്നത്. പക്ഷെ കർത്താവിന്റെ ലീഡർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവൻ കൽപ്പന കൊടുക്കുകയല്ല, അവൻ താഴെ ഇറങ്ങി ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ അത് ചെയ്യാൻ മനസ്സില്ലാതെ ഇടതും വലതും ഇരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശേഷിച്ച് ശീമോനോട് പറയുക, ശീമോനെ സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് പലപ്പോഴും എന്നോട് അനുവാദം. മനസ്സിലാക്കണം, കർത്താവിന്റെ മേശയിൽ ഇരിക്കുന്നത് ആർക്കും അവകാശമില്ല. പക്ഷെ മേശയിൽ നിന്ന് വീഴാനിരിക്കുന്നത് ഒരുപക്ഷെ പട്ടി നക്കിയെടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അത് മനസ്സിലാക്കണം. ആ മേശയിൽ നിന്ന് വീഴാനിരിക്കുന്നത് പട്ടി ഒരുപക്ഷെ നോക്കിയിരിക്കുന്നത് വീഴേണ്ട താമസവും എടുത്തു തിന്നാൻ. ഹല്ലേലൂയ. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കാര്യം ഇവരിപ്പോ ചോദിക്കുന്ന സബദി പുത്രന്മാർ അവരുടെ അമ്മയെ വിളിച്ചോണ്ട് വന്ന് കാര്യം ചോദിക്കുന്നത് അവർക്ക് അറിവില്ലാതെയാണ്. ഈ നടക്കുന്ന സംഭാഷണത്തിൽ ഇരിക്കുന്ന ജനത്തിന് ഒട്ടും അറിവില്ലാതെയാണ് ഇരിക്കുന്നത്. അതിലൊരുവനാണെന്ന് ഓർക്കണം, കർത്താവിന് 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കുന്നത്. അവനെ രക്ഷിച്ചുമില്ല ദൈവം. നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവത്തിന് നിലപാടില്ലെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ദൈവത്തിന് വ്യക്തമായ നിലപാടുണ്ട്. അവന്റെ മേശയിൽ ഇരിക്കേണ്ടതിന് ലോകജാതികളെ പോലെ ഒരിക്കലും ദൈവസഭയെ നിയന്ത്രിക്കരുത്. ഹല്ലേലൂയ. ദൈവസഭയെ ജാതികൾ നിയന്ത്രിക്കുന്നത് പോലെ ജാതീയ സമ്പ്രദായങ്ങൾ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നാൽ പാറ്റിക്കളയുന്ന പിശാചിനെ ദൈവം അനുവദിക്കും അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. വളരെ ആഴത്തിൽ പല കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ അകത്ത്. ആമേൻ. സ്തോത്രം. അവിടെ നമ്മളെ തിരിച്ചറിയണം. അങ്ങനെ പറയുമ്പോൾ അവിടെ പത്രോസിനോട് പറയുന്ന രംഗമാണ്, പലപ്പോഴും ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ട ഒരു കൽപ്പന വെച്ച് ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം എന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. കണ്ടോ? അപ്പൊ വീണ്ടും നിയോഗം കൊടുക്കാണ്. നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നീ ഒരു വശം തിരിഞ്ഞു വന്നതിന് ശേഷം അല്ലേ? അവിടെ വായിക്കുന്നത് എന്താണ്? നീ അവിടെ വായിക്കുന്നത് ഗോതമ്പ് പോലെ പറ്റുവാൻ ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അവനോട് കർത്താവെ, ഞാൻ നിന്നോട് കൂടെ തടവിലാക്കുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ജാതീയ സമ്പ്രദായം പോലെ ദൈവത്തിന്റെ സഭയെ ആക്കാൻ മനസ്സ് വെക്കുന്നവനും കർത്താവിന് വേണ്ടി മരിക്കാനും തടവിലാകാനും റെഡിയാണെന്ന് മനസ്സിലായോ? പിടികിട്ടിയോ? അകത്തിരിക്കുന്ന തീരുമാനം മറ്റുള്ളവരെ പോലെയൊക്കെ ഈ പ്രസ്ഥാനം ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോഴും അവൻ പറയുന്ന കാര്യം, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തടവിലാകാനും തയ്യാറാണ്. ഇതാണ് ലോകര് കേട്ടിട്ട്, അയ്യോ ഇത്രയും സമർപ്പണമുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സാത്താൻ അവനെ വിട്ടുമാറണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ തീരുമാനം ഉപേക്ഷിക്കണം. ഹൃദയത്തിലെ തീരുമാനം ഉപേക്ഷിച്ചാലേ സ്തോത്രം നീക്കുപോക്കുള്ളൂ. പത്രോസിന്റെ ആ സ്വഭാവം കണ്ടപ്പോൾ പൗലോസ് അഭിമുഖമായിട്ട് എതിർത്തു നിന്നു. ഹല്ലേലൂയ. നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാൻ ഒട്ടും മടി കാണിച്ചില്ല. ആര്? പൗലോസ് മടി കാണിച്ചില്ല. അവിടെ വായിക്കുന്നത് 14 വാക്യം 2:14, അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ. കണ്ടോ? ഈ പത്രോസിനെയാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? നിന്നെ പാറ്റിക്കളയുവാൻ എന്നോട് അനുവാദിച്ചു, എങ്കിലും നിന്റെ വിശ്വാസം പൊയ്പോകാതെ അപേക്ഷിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും കണ്ടോ അതേ സ്വഭാവം വീണ്ടും പത്രോസ് കാണുകയാണ്. വീണ്ടും തന്നെ അതിന് ശാസിച്ച് കർത്താവ് ശാസിച്ചു കൊണ്ടുവന്നു. വീണ്ടും തന്നെ ഒരു പദവിയിലാക്കി വീണ്ടും ആ പഴയ സ്വഭാവം ആവർത്തിക്കുകയാണ്. വായിച്ച ഭാഗം വായിച്ചു തീർക്കാം. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേബാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരം അല്ല, ജാതികളുടെ മര്യാദ പ്രകാരം
കണ്ട ജാതികളുടെ മര്യാദ എന്താന്ന് നമ്മൾ അവിടെ കണ്ടു. നിങ്ങൾ ഉപകാരികളാണെന്ന് പറയണം. മനസ്സിലാകുന്നുണ്ടോ? അവിടെ വായിച്ച ലൂക്കോസ് സുവിശേഷത്തിന്റെ എത്രയും പറഞ്ഞാലും ഇച്ചിരിയും കൂടെ വ്യക്തമായിട്ട് ഇവിടെ വായിക്കുന്നത് മത്തായിക്കകത്ത് നമ്മൾ വായിക്കുന്നത്. മത്തായി 20-ന്റെ അകത്താണ് നമ്മൾ അവിടെ വായിക്കുന്നത് അല്ലേ? അവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം ജാതികളുടെ അധിപതിമാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. കണ്ടോ? അപ്പോൾ ഈ ഒരു വലിയ പ്രസ്ഥാനം നടത്താൻ അകത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നിയമം വെച്ചാൽ കുഴപ്പമില്ലെന്നാണ് പത്രോസ് പഠിച്ചത്. പക്ഷെ പത്രോസ് ആ തീരുമാനം എടുക്കുമ്പോൾ അവനെ പാറ്റാൻ ദൈവം പലതിനെ എടുപ്പിക്കുകയാണ്. അല്ലെ? ഡിവൈഡ് ചെയ്യരുത്, ഭരിക്കാൻ ഡിവൈഡ് ചെയ്യരുത്. ഇവൻ ഡിവൈഡ് ചെയ്യുകയാണ്, ഭിന്നിപ്പിക്കേണ്ട. ജാതീയ രാജാക്കന്മാർ അങ്ങനെയല്ലേ അവന്റെ രാജ്യത്തെ നയിക്കുന്നത്? അവിടെ പല കേന്ദ്രങ്ങളും പല ഡിവിഷൻസിനെയും വെച്ചാണ് അതിനെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവസഭ അങ്ങനെ ആകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വായിക്കുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത് സ്തോത്രം കേൾക്കെ പറഞ്ഞത്, യഹൂദരായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിക്കുവാൻ നിർബന്ധിക്കുന്നു എന്താ? നാ സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരത്രേ. അടുത്തത്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡം നീതീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പോൾ വ്യക്തമായ ദൈവവചനം പറയാനിടയായി. ദൈവവചനത്തിൽ അപ്പോൾ മനസ്സിലാക്കണം, ദൈവവചനം ആകുന്ന വചനം ആകുന്നത് പോലെ അനുവദിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ജനത്തിന്റെ ഇടയിൽ ഭിന്നത വെളിപ്പെടുത്തിയാൽ മതി. ഭിന്നിപ്പിച്ച് ജനത്തെ നടത്തിയാൽ ദൈവവചനം പറയണ്ട. ഈ വലിയ തത്വം ഇതെവിടുന്ന ഉണ്ടായത്? ദൈവജനത്തെ ഭിന്നിപ്പിച്ചിരുത്തിയാൽ ദൈവവചനം പറയണ്ട. അവരുടെ ഭിന്നതയാണ് അവിടുത്തെ പ്രധാന വിഷയം, സംസാര വിഷയം, ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭിന്നതയാണ്. അങ്ങനെയുള്ളിടത്ത് ദൈവവചനം പറയുന്നില്ല. ദൈവവചനം പറയുന്നില്ലെങ്കിൽ അത് ദൈവസഭയാകുന്നില്ല. ദൈവവചനം പറയുന്നില്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധവും തിരിച്ചറിവും ജനത്തിന് ഇല്ലാതെ വരും. അപ്പോൾ ദൈവവചനം പറയാതെ ദൈവജനത്തെ ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുമ്പോൾ ജനം അറിയാത്ത സ്വന്തം വചനവിരുദ്ധമായ തെറ്റുകളിലേക്ക് നയിക്കുകയും നടക്കുകയും ചെയ്യും. ആ തെറ്റുകളൊന്നും തന്നെ പരിഹരിക്കാൻ പത്രോസ് തയ്യാറാകുന്നില്ല. ഹല്ലേലൂയ. പല തെറ്റുകൾ നടക്കുമ്പോഴും അതിനെ പരിഹരിക്കാൻ തയ്യാറാകാതെ നടന്നു പോകുന്ന പത്രോസിനെയാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കാണുന്നത്. എന്നാൽ തന്റെ കൂടെയുള്ള തീത്തോസ് ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ, അവനെ നേടേണ്ടതിന് കാരണങ്ങൾ അന്വേഷിച്ചു വന്നപ്പോൾ പല ഉപദേശത്തിനു വിരുദ്ധമായ പല ശുശ്രൂഷകരും ഹല്ലേലൂയ പൗലോസിന്റെ അടുക്കൽ വരികയും നിൽക്കുകയും ചെയ്തപ്പോൾ ഇവർക്ക് ഈ പ്രസംഗം എവിടുന്ന് കിട്ടിയെന്ന് വേരന്വേഷിച്ച് ചെന്നപ്പോൾ ചെന്ന് നിന്നത് യെരുശലേമില് പത്രോസിന്റെ ഓഫീസിലാണ് ചെന്ന് നിന്നത്. മനസ്സിലാവുന്നുണ്ടോ? പല വചനവിരുദ്ധമായ കാര്യങ്ങളും അന്വേഷിച്ചു എന്നാൽ പത്രോസിന്റെ ഓഫീസിലാണ് ചെന്ന് നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ നാടുകളിൽ പല ഓഫീസുകളും ക്രിസ്തുവിനെ കൂടാതെ സ്ഥാപിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും, അതൊന്നും ദൈവികമല്ല. ഇതിന് ശിക്ഷ വേഗം വരും. കർത്താവിന്റെ സിംഹാസനത്തിൽ ഇരിക്കത്തില്ല, അവന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യത്തില്ല, ഒരു ജാതികളെ ന്യായം വിധിക്കാനുള്ള ഭാഗ്യം ലഭിക്കത്തില്ല. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയും. ആമേൻ. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. സ്വന്തം സമയം ഒത്തിരി അധികരിച്ചുവല്ലോ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയില്ല ഈ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അല്ല കർത്താവ് ഇത്രത്തോളം നമ്മളെ നടത്തിയല്ലോ.